ആണ് സംഭവിച്ചിരിക്കുന്നത്. അക്കിത്തത്തിന് കവിത നിരുപാധിക സ്നേഹമായി. സ്നേഹം തന്നെയായിരുന്നു കവിത, സ്നേഹം തന്നെയായിരുന്നു ദൈവം എന്ന് പ്രഘോഷിച്ച കൃഷി തുല്യനായ, കൃഷി കവി എന്നും അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്. കൃഷി തുല്യനായ അതീവ സൗമ്യനായ കവിയായിരുന്നു അക്കിത്തം. നമ്പൂതിരി പൗരോഹിത്യത്തിന്റെ നടുത്തളത്തിൽ ജനിച്ചു വളർന്ന് അതേ പൗരോഹിത്യത്തിന്റെ ബ്രഹ്മസ്വം, ദേവസ്വം, സംബന്ധ വ്യവസ്ഥിതി, അതുപോലുള്ള സ്ത്രീകളോടുള്ള കടുത്ത വിവേചനം, അതായത് നമ്പൂതിരി ബ്രാഹ്മണ പൗരോഹിത്യത്തിന്റെ നടുത്തളത്തിൽ ജനിച്ചു വളർന്നെങ്കിലും ആ സ്വസമുദായത്തിൽ ജ്വലിച്ചുയർന്ന് വിസ്ഫോടനാത്മകമായി മാറിയ ഒരു കൊടുങ്കാറ്റിന്റെ ഭാഗമാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അത് 1950-കളിൽ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. പിന്നെ യോഗക്ഷേമ സഭയുടെ സജീവ പ്രവർത്തകനായി മാറി. കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വപ്പെടുത്തിരുന്നില്ല. EMS, VT പട്ടത്തിരിപ്പാട്, ഉറൂബ്, ഇടശ്ശേരി തുടങ്ങിയ ഒട്ടേറെ അക്കാലത്തെ പ്രതിഭകളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. VT ഭട്ടത്തിരിപ്പാടായിരുന്നു വാസ്തവത്തിൽ അക്കിത്തത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള സാക്ഷാൽ ഗുരു. അപ്പൊ EMSന്റെ ആത്മകഥയുടെ 3 അധ്യായങ്ങൾ കേട്ടെഴുതിയത് അക്കിത്തമായിരുന്നു. അപ്പൊ EMSന്റെ ആത്മകഥയുടെ ഏതാണ്ട് 3 അധ്യായങ്ങൾ കേട്ടെഴുതിയത് അക്കിത്തമായിരുന്നു. അപ്പൊ EMSുമായുള്ള ബന്ധം അക്കിത്തം അന്ത്യകാലം വരെ, EMSന്റെ അന്ത്യകാലം വരെ സൂക്ഷിച്ചു. പക്ഷെ അക്കിത്തത്തിന് ഏറ്റവും ബഹുമാനമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ, K. ദാമോദരനാണ്. കാരണം ഇന്ത്യയിൽ കമ്മ്യൂണിസം വേരുപിടിക്കണമെങ്കിൽ മാർക്സിസ്റ്റ് ആശയധാരകളെ ഭാരതീയതയുമായി സംയോജിപ്പിക്കണമെന്ന് എന്നുള്ള ഉൽപ്പതിഷ്ണു വളരെ പുരോഗമനപരമായ ഭാരതീയ ഭാരതീയതയുമായി മാർക്സിസ്റ്റ് ചിന്താധാരയെ സമന്വയിപ്പിക്കണം എന്ന് അഭിപ്രായമുണ്ടായിരുന്നു K. ദാമോദരൻ. K. ദാമോദരന് സംഭവിച്ച ദുരന്തം നമുക്കറിയാം. അപ്പോൾ ഈ ഭാരതീയമായ പല കാര്യങ്ങളോടും കമ്മ്യൂണിസ്റ്റ് ദർശനം പുലർത്തിയ എസ്ട്രേഞ്ച്മെന്റ്, അകൽച്ച, അതുമാത്രമല്ല ഈ ഇന്ത്യൻ കമ്മ്യൂണിസം സ്റ്റാലിനിസ്റ്റ് പ്രത്യയശാസ്ത്ര രീതികളോട് താതാത്മ്യം പ്രാപിച്ച ദുരവസ്ഥ, ഇതൊക്കെ തന്നെ അക്കിത്തത്തെ വളരെയധികം K. ദാമോദരനോട് അടുപ്പിക്കുകയുണ്ടായി. അപ്പൊ 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന ഇതിഹാസ തുല്യമായ കവിത അക്കിത്തം എഴുതുന്നത് VT രണദിവ്യ തീസിസിന്റെ കാലത്താണ്. കൊൽക്കത്ത തീസിസ് എന്നും അതിനെപ്പറ്റി പറയും. അപ്പൊ കൊൽക്കത്ത തീസിസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സായുധ വിപ്ലവം നടത്താനുള്ള മുന്നൊരുക്കമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം, വരുമായിരിക്കും സാറ്. ഫോൺ വന്നപ്പോ അത് എനിക്ക് തോന്നുന്നു പലവട്ടം റിങ് ചെയ്തപ്പോഴേ റെസ്പോണ്ട് ചെയ്യാൻ പോയതായിരിക്കാം.
പക്ഷെ കേൾക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാം. അത് ഫോണ് അടുപ്പിച്ചടുപ്പിച്ച് വന്ന് ക്ഷമിക്കണം. അപ്പോ കെ ദാമോദരന്റെ ആശയങ്ങളോട് പ്രതിപത്തി പുലർത്തിയ ആളായിരുന്നു അക്കിത്തം. പക്ഷേ ജീവിതത്തിൽ അദ്ദേഹം തന്റെ ഗുരുവായി കരുതിപ്പോന്നത് സാക്ഷാൽ VT ഭട്ടതിരിപ്പാടിനെയായിരുന്നു, നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത്. അപ്പൊ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട കൃതിയാണ്. അപ്പോ കൽക്കത്ത തീസിസ് BT രണദിവെ പാർട്ടി സെക്രട്ടറി മുന്നോട്ട് വെച്ച കൊൽക്കത്ത തീസിസ് പ്രഘോഷിച്ചത് ഇന്ത്യയിൽ സായുധ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കണം എന്നായിരുന്നു. പിന്നെ പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് കൈയൊഴിഞ്ഞു. അപ്പൊ അതിൽ സായുധ ഹിംസയുടെ മാർഗത്തിൽ മനംനൊന്ത് ഹിംസയുടെ പല വാർത്തകളും കേട്ട് അക്കിത്തം എഴുതിയ ഒരു കവിതയാണ് അത് എന്ന് കഴിഞ്ഞ വർഷം 2019 അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയപ്പോൾ ആലങ്കോട് ലീലാകൃഷ്ണനുമായി നടത്തിയ അഭിമുഖത്തിൽ അക്കിത്തം പറയുന്നുണ്ട്. അക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരിൽ ചിലരൊക്കെ അക്കിത്തത്തെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിന്റെ പേരിൽ രൂക്ഷമായി എതിർക്കുകയുമുണ്ടായി. പക്ഷെ EMS അക്കിത്തം പറയുന്നത് അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല എന്നാണ്. അത് അങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. അപ്പൊ EMSുമായി ആജീവനാന്തം EMSന്റെ അന്ത്യം വരെ ബന്ധം സൂക്ഷിച്ചിരുന്നുവെങ്കിലും കൂടുതൽ മൗലികതയുള്ള മാർക്സിസ്റ്റായി അക്കിത്തം കരുതി പോകുന്നത് കെ ദാമോദരനെയാണ്. പിന്നെ നമ്മളൊക്കെ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസ്സല്ലോ സുഖപ്രദം എന്നുള്ള വരികൾ കേൾക്കാത്ത ഒരു മലയാളി ഉണ്ടാക്കി. പക്ഷെ ഇതിന്റെ സന്ദർഭം ഈ കവിത ഇത് അവസാനത്തെ വരികളാണ്. അതിനു മുമ്പ് ഹൃദയഭേദകമായ ചില വരികളുണ്ട്. ഈ കവിത ജോസഫ് മുണ്ടശ്ശേരി മാഷും തകഴിയും അക്കിത്തവും കൂടി തൃശ്ശൂരെ ആ റൗണ്ടിലെ ഒരു കോഫി ഷോപ്പിൽ ഒരു ചായക്കടയിൽ കയറി ചായ കഴിച്ച് ഇറങ്ങുമ്പോൾ എന്താണ് കാണുന്ന ദൃശ്യം? മരിച്ചു കിടക്കുന്ന ഒരമ്മയുടെ മുല ചപ്പി മുല കുടിക്കുന്ന ഒരു പിഞ്ചു പൈതലിനെ കാണുകയാണ്. ഈ കാഴ്ച ആർക്കും ഹൃദയഭേദകമാണ്. ആ കാഴ്ചയിൽ നിന്നാണ് അവസാനത്തെ ആ കവിത ജനിക്കുന്നതും. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം എന്ന കവിത ജനിക്കാനുണ്ടാവുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും ഹൃദയഭേദകമായ മരിച്ചു കിടക്കുന്ന അമ്മയുടെ മുല കുടിക്കാൻ ശ്രമിക്കുന്ന ഒരു പിഞ്ചു പൈതലിന്റെ ദൃശ്യം ആരുടെയും ഹൃദയം തകർക്കുന്ന കാഴ്ചയാണ്. അങ്ങനെയാണ് ഈ കവിതയുടെ അവസാനം വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം എന്ന ആ കവിത പിന്നെ അതിന്റെ ആ സന്ദർഭം കോണ്ടെക്സ്റ്റ് ഇതാണ്. അപ്പൊ അക്കിത്തത്തിന്റെ നിത്യമേഘം, ബലിദർശനം തുടങ്ങിയ കവിതകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സാഹിത്യ വിദ്യാർത്ഥി അല്ലാത്തതുകൊണ്ടും ചരിത്രത്തിലും ചരിത്ര സിദ്ധാന്തങ്ങളിലും കൂടുതൽ താല്പര്യം പുലർത്തുന്നത് കൊണ്ടും അങ്ങനെ ചില ശ്രദ്ധേയമായ കഥകളും ചില ശ്രദ്ധേയമായ കവിതകളും മാത്രമേ വായിക്കാറുള്ളൂ. നമ്മുടെ മുഖ്യ അതിഥിയായി അക്കിത്ത അനുസ്മരണ പ്രഭാഷണം നടത്താൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ അനിൽ വള്ളത്തോൾ എന്ന് പരക്കെ അറിയപ്പെടുന്ന ഡോക്ടർ V. അനിൽകുമാർ. ഇപ്പോൾ 2018 മുതൽ മലയാളം തുഞ്ചത്ത് എഴുത്തച്ഛൻ തിരൂരിലെ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. 1986 1ാം റാങ്കോടെ മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കരസ്ഥമാക്കി. പിന്നീട് കുറച്ചു കാലം തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിൽ പ്രവർത്തിച്ചു. തുടർന്ന് 2006 വരെ കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രവർത്തിച്ചു. 2006 മുതൽ 2007 വരെ അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റീഡറായിരുന്നു. 2007 മുതൽ 2017 വരെ അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു. ആ കാലയളവിൽ ഡോക്ടർ അനിൽ വള്ളത്തോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വകുപ്പ് അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പല ബോർഡ് ഓഫ് സ്റ്റഡീസിലും അംഗമായിരുന്നു, പരീക്ഷകനായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമല്ല മറ്റു യൂണിവേഴ്സിറ്റികളിലും
പല ബോർഡ് ഓഫ് സ്റ്റഡീസിലും അംഗവും പരീക്ഷകനുമായിരുന്നു ഡോക്ടർ അനിൽ വള്ളത്തോൾ. മാത്രമല്ല കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ ഉപദേശക സമിതി അംഗം കൂടിയായിരുന്നു അദ്ദേഹം. മറ്റു ചില പല മെമ്പർഷിപ്പുകളും അദ്ദേഹത്തിനുണ്ട്. ഞാൻ വിസ്തര ഭയങ്കാരം പറയുന്നില്ല. അദ്ദേഹം ഡോക്ടർ അനിൽ വള്ളത്തോൾ ഏതാണ്ട് 19 പുസ്തകങ്ങളും 75 ഗവേഷണ പ്രബന്ധങ്ങളും എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ ആ പുസ്തകങ്ങളുടെ തലക്കെട്ടുകളിലൂടെ കടന്നുപോയപ്പോൾ 4-5 പുസ്തകങ്ങൾ, 4, 5, 6 പുസ്തകങ്ങൾ, ഇപ്പൊ നളിനി, അല്ലെങ്കിൽ ഒരു വിലാപം, ഉദ്യാനപ്രവേശം, നളചരിതം, അതൊക്കെ ടെക്സ്ച്വൽ അനാലിസിസ്, പാഠവിശ്ലേഷണം എന്ന് പറയും. ഞങ്ങൾ ചരിത്രം പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ടെക്സ്ച്വൽ അനാലിസിസ് വളരെ സുപ്രധാനമായ ഒരു ചരിത്ര രചന സമ്പ്രദായത്തിലെ സുപ്രധാനമായ ഒരു രീതിശാസ്ത്രം. അത് മലയാളത്തിലുമുണ്ട്. അതെനിക്ക് വളരെ കൗതുകം ഉളവാക്കുന്നതായി തോന്നുന്നു. ഇപ്പോ അതുപോലെ ഈ ഞാൻ പറഞ്ഞ ഈ കൃതികളൊക്കെ, ഒരു വിലാപം, നളചരിതം, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പാഠവിശ്ലേഷണം, പാഠവിമർശനം. അപ്പൊ അദ്ദേഹത്തിന് പാഠവിമർശ വിശ്ലേഷണത്തിലുള്ള വൈദഗ്ധ്യം ആണ് ആ കൃതികളുടെ ശീർഷകങ്ങൾ തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഈ അക്കിത്തം അനുസ്മരണ പ്രഭാഷണത്തിന് അക്കിത്തത്തെ വളരെ അടുത്തറിയാവുന്ന, അക്കിത്തവുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ച കാലടി മലയാളം സർവകലാശാല വൈസ് ചാൻസലറത്തിനെ നമുക്ക് ലഭിച്ചതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യയായ ഡോക്ടർ നസി EA, ബോട്ടണി വകുപ്പ് അധ്യക്ഷ മാത്രമല്ല നമ്മുടെ പ്രിൻസിപ്പളുമാണ്. ഈ പരിപാടിക്ക് സ്വാഗതം പറയുന്നത്, സ്വാഗത ഭാഷണം നടത്തുന്നത് മലയാള വകുപ്പിലെ ഡോക്ടർ G. ഉഷാകുമാരിയാണ്. അതുപോലെ നന്ദി പറയുന്നത് ചരിത്ര വകുപ്പിലെ ചരിത്ര വിഭാഗത്തിലെ പാർവതി ടീച്ചറാണ്. അതോടൊപ്പം അക്കിത്തത്തിന്റെ കവിതകൾ ആലപിക്കാൻ 2 പേരുണ്ട്. ഒന്ന് അനുപമ PS, മറ്റൊരാളുടെ പേര് എനിക്ക് കിട്ടിയിട്ടില്ല. മറ്റൊരാൾ ഇമ്മാനുവൽ. അവർ അവസാന കവിത ആലപിക്കും. അധ്യക്ഷ പദവി അലങ്കരിക്കാൻ ഡോക്ടർ നസി മാഡത്തെ ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. നസി ടീച്ചർ, അതിനു മുമ്പ് ഞാനൊരു ഔപചാരികമായ സ്വാഗതം പറയാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും. ബഹുമാന്യരെ, പ്രിയമുള്ള എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയതിൻ്റെ ഒരു പിന്നിലുള്ള താല്പര്യം മുൻപ് സംസാരിച്ച ശ്രീ ഷിനാസ് വിശദീകരിക്കുകയുണ്ടായി. നമുക്ക് അക്കിത്തം അനുസ്മരണമാണ് ഇന്ന്. ഒരു അക്കാദമിക് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും മലയാള വിഭാഗത്തിലെ ഒരു ഗവേഷണ കേന്ദ്രം എന്നുള്ള നിലയ്ക്കും കൂടി ചേർന്നുകൊണ്ട് സമകാലികമായി നടക്കുന്ന പല സന്ദർഭങ്ങളോടും നമ്മൾ പ്രതികരിക്കുകയും അത്തരത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനും ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷിനാസ് മാഷ് മുൻകൈ എടുത്തുകൊണ്ട് ഹിസ്റ്ററി വിഭാഗം ഒരു അക്കിത്തം അനുസ്മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറയുകയും നമ്മൾ അതോട് യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആലോചിക്കുകയും ചെയ്തത്. അതിന് മുൻകൈ എടുത്ത ഹിസ്റ്ററി വിഭാഗത്തിനെ ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ നമ്മളുടെ ഈ പരിപാടിയോട് വളരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം സഹകരിക്കാമെന്ന് സമ്മതിച്ച കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ EA നസി ടീച്ചർ, ഒപ്പം എല്ലാ അധ്യാപകരും, എല്ലാവരോടുമുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് സ്വാഗതം ആശംസിക്കട്ടെ. നമ്മുടെ കോളേജിൽ ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ കോളേജ് പ്രിൻസിപ്പളും ബോട്ടണി വിഭാഗം അധ്യക്ഷയുമായിട്ടുള്ള ഡോക്ടർ EA നസി ടീച്ചറാണ്. ടീച്ചർ കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, അക്കാദമികവും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി ഇടപെടുകയും വേണ്ട രീതിയിൽ അതിനെ മുന്നോട്ട് നയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ടീച്ചർക്ക് ഈ പരിപാടിയിൽ എല്ലാവിധ സ്നേഹാശംസകളോടും കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഡോക്ടർ നസീം മാഡത്തെ അധ്യക്ഷ പ്രസംഗം നടത്താൻ ഞങ്ങൾ ക്ഷണിക്കുന്നു. സാർ ഒന്ന് പറഞ്ഞ് മുഴുവനായില്ല. അപ്പോ പിന്നെ അനിൽ മാഷെ വളരെ നന്നായിട്ട് പിന്നെ ഷിനാസ് മാഷ് വിശദീകരിക്കുകയുണ്ടായി. മാഷുടെ ഒരു അക്കാഡമിക് സംഭാവനകളും ഒക്കെ മുൻനിർത്തിയിട്ട് മാഷുടെ ചില പുസ്തകങ്ങൾ, അതിന്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നില്ല.
എങ്കിൽ തന്നെയും എനിക്ക് തോന്നിയിട്ടുള്ളത് മാഷിന്റെ സംഭാവനകൾ ഏറെയും ഈ ഒരു സാംസ്കാരിക ഭൂതകാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മലയാള ഭാവുകത്വത്തിന്റെ കുറച്ചും കൂടി സങ്കേതബദ്ധമായിട്ടുള്ള ഒരു കാലഘട്ടത്തെയാണ് അദ്ദേഹം കൂടുതലായി തന്റെ പഠനത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. മണിപ്രവാള കാവ്യമാലിക എന്ന് പറയുന്ന ഒരു കൃതി വളരെ പ്രധാനപ്പെട്ടതായി കേട്ടിട്ടുണ്ട്. ഞാനത് സത്യത്തിൽ വായിച്ചിട്ടില്ല, ക്ഷമിക്കണം. അതുപോലെ അദ്ദേഹം കുറ്റിപ്പുറത്ത് കേശവൻ നായരെ കുറിച്ചുള്ള ഒരു ജീവചരിത്രം എഴുതിയതായി അറിയാം. എഴുത്തച്ഛൻ എന്ന പാഠപുസ്തകം, അതുപോലെ വള്ളത്തോളിന്റെ കാവ്യശൈലി, ഇങ്ങനെ ഏറെ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. 75ഓളം പ്രബന്ധങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മാസ്റ്റർ ഷിനാസ് മാഷ് പറഞ്ഞതുപോലെ ഏതാണ്ട് 19ഓളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രാഥമിക മണ്ഡലത്തിൽ വളരെ നിരന്തരം വളരെ ചലനാത്മകമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ അനിൽ വള്ളത്തോൾ. അദ്ദേഹവുമായിട്ട് ഒന്നിച്ച് പല ഡോക്ടർ കമ്മിറ്റികളിലും ഇരിക്കുവാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ സമഭാവനയോടുകൂടി നമ്മൾ വളരെ ജൂനിയർ ആയിട്ടുള്ള ആളുകളെ പോലും പരിഗണിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് എപ്പോഴും തുല്യതയോടുകൂടി പെരുമാറുന്ന ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വളരെ ഏറെ ബഹുമാനത്തോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. മാഷിനെ ഒരുപാട് സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം പിന്നീട് ഇവിടെ കവിത ചൊല്ലുവാനായി വളരെ താല്പര്യപൂർവ്വം വന്നിട്ടുള്ള മലയാളത്തിലെ 3 വിദ്യാർത്ഥികളുണ്ട്. അതിൽ കഴിഞ്ഞ കൊല്ലത്തെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയായിരുന്ന അനുപമ, അതുപോലെ തന്നെ ഇപ്പോൾ 2ാം വർഷ BA മലയാളം വിദ്യാർത്ഥികളായിട്ടുള്ള അഞ്ജന ലക്ഷ്മിയും ഇമ്മാനുവലും, നമ്മളുടെ ഹിസ്റ്ററിയിലെയും മലയാളത്തിലെയും ഒട്ടേറെ വിദ്യാർത്ഥികൾ, മറ്റ് അധ്യാപകർ, കോളേജിലെ തന്നെ ഇതര അധ്യാപകർ, പുറത്തുനിന്ന് വന്നിട്ടുള്ള അക്കാദമിക് താല്പര്യത്തോടു കൂടി വന്നിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ ചർച്ചയിലും അതുപോലെ തന്നെ ഈ പരിപാടിയിലും പൂർണ്ണ മനസ്സോടുകൂടി പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വ്യക്തിത്വത്തെക്കുറിച്ച് ഒട്ടേറെ ചർച്ചകൾ ഇന്ന് നടക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ വായന, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാവ്യ പരിണാമം, കവി വ്യക്തിത്വം, ഇതൊക്കെ മുൻനിർത്തി വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം ലേഖനങ്ങൾ ഇപ്രാവശ്യത്തെ മാതൃഭൂമി പതിപ്പ് അക്കിത്തം പതിപ്പായിട്ട് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. മലയാള വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കേറിയ ഒരു അക്കാദമിക് സന്ദർഭത്തിനകത്ത് അതിനുള്ളൊരു സാവകാശം വേണ്ടതുപോലെ അതിന് മാത്രമായി നീക്കിവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമമുണ്ട്. എന്തുതന്നെയായാലും ഈ ചർച്ചകൾ തുടരാവുന്നതാണ്. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള അന്വേഷണങ്ങളിലൂടെ പോകട്ടെ. വെറും ഒരു കാവ്യ മണ്ഡലത്തിലെ ഒരു വായന എന്നതിനപ്പുറം ഒരുപാട് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പുനർവായനകൾ ആവശ്യപ്പെടുന്ന ഒരു മണ്ഡലം തന്നെയാണ് അക്കിത്തത്തിൻ്റെത്. എന്തായാലും ഇനി അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനിയായ പ്രിൻസിപ്പൽ ഡോക്ടർ EN നസിയെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ഉഷ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ നാമധേയത്തിലുള്ള നമ്മുടെ കലാലയത്തിലെ മലയാള വിഭാഗവും ചരിത്ര വിഭാഗവും ചേർന്ന് സംഘടിപ്പിക്കുന്ന അക്കിത്തം അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ വളരെ ചുരുങ്ങിയ 2 വാചകങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. സമയമൊട്ടും അപഹരിക്കുന്നില്ല. ടീച്ചർ ക്യാമറ ഒന്നാണോ? ഓക്കെ. മലയാളത്തിന്റെ മഹാനായ കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഓർമ്മയായിട്ട് ഇന്നേക്ക് 6 ദിവസം 2020 ഒക്ടോബർ 15 ഇവിടെ പറഞ്ഞ ആ മലയാള കവിക്ക് പ്രണാമം. മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനകളെ മാനിച്ച് കേരള സർക്കാർ നൽകുന്ന സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം 2008 നേടിയ കവി. അതുപോലെ തന്നെ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകളെ മാനിച്ച് ജ്ഞാനപീഠ പുരസ്കാരത്തിന് 2019 അർഹയായ കവി. ഓടക്കുഴൽ, അതുപോലെ തന്നെ വയലാർ അവാർഡ്, ഒരുപാട് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ കവി. സംസ്കൃതവും സംഗീതവും ജ്യോതിഷവും ഒരുപോലെ സ്വായത്തമാക്കിയ 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിയിൽ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന പ്രശസ്തമായ വരികൾ നമുക്ക് സമ്മാനിച്ച കവിത, ചെറുകഥ, നാടകം, വിവർത്തനം മുതലായ എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച, ആഘോഷങ്ങളിലോ ബഹളങ്ങളിലോ അതുപോലെ തന്നെ വേഷവിധാനങ്ങളിലോ ഒട്ടും താല്പര്യം കാണിക്കാത്ത, എന്നാൽ മലയാളികളുടെ മനസ്സിൽ നിന്നും അത്രയൊന്നും എളുപ്പം മാഞ്ഞുപോകാൻ കഴിയാത്ത ആ മഹത് വ്യക്തിക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇനി അടുത്തത് അനുസ്മരണ പ്രഭാഷണം നടത്താൻ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയ ഡോക്ടർ അനിൽ വള്ളത്തോളിനെ സാദരപൂർവം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷ നസി ടീച്ചർ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം മാഷേ, കേൾക്കാം. നസി ടീച്ചർ,
ചരിത്ര വിഭാഗം അധ്യാപകൻ ഷിനാസ്, മലയാള വിഭാഗ അധ്യാപിക ഉഷ ടീച്ചർ, ഈ ഗൂഗിൾ മീറ്റ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ സ്മാരക കോളേജ് അക്കിത്തത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഈ കോളേജുമായി എനിക്ക് വളരെ കാലത്തെ ബന്ധമുണ്ട്. ഈ കോളേജിലെ അധ്യാപകരുമായും മറ്റും ഞാൻ വളരെ പല കാലങ്ങളിലായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഈ ഒരു കോവിഡ് മഹാമാരി അലട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ കൂടി ഓൺലൈൻ രൂപേണയാണെങ്കിലും നമുക്ക് ഒരുമിക്കാൻ സാധിച്ചതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. മഹാകവി അക്കിത്തം ഇന്ന് ഭൗതികമായി നമ്മോടൊപ്പമില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ഇപ്പോഴും അറിയുന്നു, അനുഭവിക്കുന്നു. മഹാകവി അക്കിത്തം അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മം നടന്നതിന് ശേഷം പിറ്റേന്ന് ഞാൻ ദേവായനത്തിൽ പോയിരുന്നു. ആ ശൂന്യത എന്നെ വല്ലാതെ വേദനിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മക്കളുമായി ഏറെ നേരം സംസാരിച്ചു. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ, കുമരനെല്ലൂരിൽ അമേറ്റിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ കാലം ജീവിച്ച് കേരളത്തിൻ്റെ ഓരോ തരത്തിലുള്ള മാറ്റവും നേരിട്ട് അനുഭവിച്ചറിഞ്ഞൊരു കവിയായിരുന്നു അക്കിത്തം. 94 വയസ്സിലാണ് ഇപ്പോൾ അദ്ദേഹം നമ്മോട് വിട്ടുപിരിഞ്ഞത്. ഈ കാലയളവിൽ കേരളത്തിലുണ്ടായിരുന്ന എല്ലാ മാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ കവിതയിലും ചിന്തയിലും എല്ലാം പ്രതിഫലിച്ചിട്ടുണ്ട്. പക്ഷെ ഏതു തരത്തിലുള്ള പ്രതിഫലനങ്ങളെയും അദ്ദേഹം ഒരേ മനോഭാവത്തോടെ ഏറ്റുവാങ്ങി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഏതാണ്ട് 1940 പ്രസിദ്ധീകരിച്ച വീരവാദം, അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാവ്യസമാഹാരം. അത് തൊട്ട് ഏതാണ്ട് 6 പതിറ്റാണ്ട് കാലം അദ്ദേഹം നിരന്തരം കവിതകൾ എഴുതി. ഉപന്യാസങ്ങളും എഴുതിയിട്ടുണ്ട്, നാടകങ്ങളുമുണ്ട്. എങ്കിലും ഇവയെല്ലാം പരസ്പരം ബന്ധിതങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സർഗാത്മക ചിന്തയുടെ പലതരത്തിലുള്ള വ്യാപാരങ്ങളെ അവ സമഗ്രമായി പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. കേരളക്കരയിൽ അലയടിച്ച ദേശീയ ബോധം, കാൽപ്പനിക സ്വപ്നം, വിപ്ലവാവേശം, സ്വപ്നങ്ങൾക്കുണ്ടായ തകർച്ച, വ്യക്തിയുടെ ദുഃഖം, ഏകാന്തമായ ദുഃഖം, തത്വവിചാരം, ഇവയെല്ലാം മാറി മാറി വരുന്ന കാലഘട്ടത്തിൽ സാഹിത്യ അന്തരീക്ഷത്തിൽ അലയടിച്ചുയർന്നിരുന്നു. ഇവയെല്ലാം ഏറിയും കുറഞ്ഞുമുള്ള അളവിൽ അക്കിത്തം കവിതയിൽ നമുക്ക് ദൃശ്യമാണ്. ഞാൻ ആദ്യമായി മഹാകവി അക്കിത്തത്തെ പരിചയപ്പെടുന്നത് 1978 ഞാൻ അന്ന് 9ാം ക്ലാസ്സിൽ വിദ്യാർത്ഥിയാണ്. മഹാകവി വള്ളത്തോളിൻ്റെ ജന്മശതാബ്ദിക്ക് അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം മഹാകവി വള്ളത്തോളിനെ കുറിച്ച് ഒരു കവിതയും എഴുതുകയുണ്ടായി. അതിലെ ചില വരികൾ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കണ്ടീല മലയാളി ഇന്നുവരെയും മാംസാസ്ഥി മജ്ജാസ്ത്രമാർന്ന്
ഉണ്ടായൊരു വിരാട്പുമാനെ വിധി പോലെന്നോതുവാൻ വയ്യിനി. കണ്ടു കണ്ടു രസിച്ചു തൊട്ടു തടവി കെട്ടിപ്പുണർന്നു കരൽ കൊണ്ടു നിർവൃതി പൂണ്ടു പിന്നെ അവൻ അപ്രത്യക്ഷനായെങ്കിലും. വള്ളത്തോൾ എന്ന് പറയുന്നത് അക്കിത്തത്തിനൊരു അനുഭവധാരയായിരുന്നു. വള്ളത്തോൾ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന കവിയാണ് താൻ എന്ന് പിന്നീട് പൊന്നാനിക്കളരിയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ടെങ്കിലും വള്ളത്തോൾ പ്രസ്ഥാനത്തിലൂടെയാണ് തൻ്റെ കവിത ആരംഭിച്ചത് എന്ന് അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു. ആ കവിതയില് വള്ളത്തോളുമായുള്ള ഒരു അഭിമുഖത്തെ കുറിച്ച് കവി ഓർക്കുന്നു. ഈ നാൽക്കൊമ്പഴും ആന പണ്ടൊരു വെറും പേനായിരുന്നു ശിശോ എന്ന് വള്ളത്തോൾ അക്കിത്തത്തോട് പറയുന്നതായി അതിൽ സങ്കല്പിക്കുന്നുണ്ട്. ഇത് ആനയാണെന്ന് കരുതുന്ന ഞാൻ പണ്ട് ഒരു പേൻ മാത്രമായിരുന്നു എന്ന് വള്ളത്തോൾ അക്കിത്തത്തിന്റെ ചെവിയിൽ ഓതിയിരുന്നത്രേ. സത്യം നിൻമൊഴിയെങ്കിലും കുലഗുരോ മറ്റാരിലുള്ളൂ ഭവസ്തുത്യാനന്ദ തപസ്യ ആ പരിണത സ്വപ്രത്യയ സ്ഥൈര്യവും എന്ന അക്കിത്തം അതിന് മറുപടിയും നൽകുകയുണ്ടായി. അങ്ങനെ വള്ളത്തോൾ ആദ്യമായി തൻ്റെ അക്കിത്തം തൻ്റെ ആദ്യമായി കുലഗുരുവായി കണ്ടത് മഹാകവി വള്ളത്തോളിനെയാണ്. പിന്നീട് നേരത്തെ ഷിനാസ് സൂചിപ്പിച്ചതുപോലെ വി.ടി. ഭട്ടതിരിപ്പാടും ഇടശ്ശേരിയും കെ ദാമോദരനും എല്ലാം വിവിധ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനീയരായി മനസ്സുകൊണ്ട്. കെ ദാമോദരനെ കുറിച്ച് ഷിനാസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കുകയുണ്ടായി. അക്കിത്തത്തിന്റെ കാവ്യജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ കെ ദാമോദരൻ ഒരിക്കൽ വിയറ്റ്നാമിൽ പോയി ഹോജിമിനെ സന്ദർശിച്ചപ്പോൾ എന്തുകൊണ്ട് കമ്മ്യൂണിസം ഇന്ത്യയിൽ വേരുറയ്ക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഹോജിമിൻ പറഞ്ഞത്രേ, നിങ്ങൾക്ക് അവിടെ ഒരു ഗാന്ധിയുണ്ട്, ഇവിടെ ഞാനാണ് ഗാന്ധി എന്ന്. വലിയ അർത്ഥങ്ങളുള്ള ഒരു പ്രസ്താവമായിരുന്നു അത്. ഗാന്ധിസവും മാർക്സിസവും അക്കിത്തത്തെ സംബന്ധിച്ചിടത്തോളം പരസ്പര പൂരകമായിരുന്നു, അല്ലെങ്കിൽ സമവായ സാധ്യത ഉള്ള ഒന്നായിരുന്നു. അതിലേക്ക് ഞാൻ തൽക്കാലം കടക്കുന്നില്ല. ജ്ഞാനപീഠ സമ്മാനിതനായ ഈ കവി മലയാളത്തിൽ ഏറെ ഉത്കൃഷ്ട കാവ്യങ്ങൾ രചിച്ചു. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസവും ഇടിഞ്ഞു പൊളിഞ്ഞ ലോകവും വെണ്ണക്കല്ലിൻ്റെ കഥയും ബലിദർശനവും എല്ലാം നിത്യമേഘവുമൊക്കെ എൻ്റെ ഓർമ്മയിൽ എത്തുകയാണ്. ഞാൻ വന്നത് അക്കിത്തത്തെ കുറിച്ച് ആദ്യമായി പരിചയപ്പെട്ടതിനെ കുറിച്ചാണ്. പിന്നീട് പലപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പ്രശസ്തമായ ക്ഷേത്രത്തിലുമൊക്കെ അദ്ദേഹം നിത്യസന്ദർശകരായിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു. പിന്നീട് നേരത്തെ ഉഷ ടീച്ചർ സൂചിപ്പിച്ച പോലെ വള്ളത്തോളിന്റെ കാവ്യശൈലി എന്ന് പറയുന്ന പുസ്തകത്തിൽ എൻ്റെ ആദ്യത്തെ പുസ്തകം അതാണ്. അതിന് അവതാരിക എഴുതിയത് അക്കിത്തമായിരുന്നു. പിന്നീട് എടപ്പാളിലെ വള്ളത്തോൾ വിദ്യാപീഠവുമായി സഹകരിച്ചപ്പോഴൊക്കെ അതിലെ ഒരു അംഗമാണ് ഞാൻ ഇപ്പോഴും. അതിൻ്റെ സെക്രട്ടറി ചാത്തനാത്ത് അച്ചുണ്ണി മാഷാണ്, ഡയറക്ടർ മഹാകവി അക്കിത്തമായിരുന്നു. അപ്പോഴൊക്കെയും അക്കിത്തവുമായി ബന്ധപ്പെടുവാനും എനിക്ക് സാധിച്ചിരുന്നു. ഇവിടെ മലയാള സർവകലാശാലയിൽ വൈസ് ചാൻസലറായി വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും എനിക്ക് ലഭിച്ചിരുന്നു. ഒരു സങ്കടം ബാക്കിയുള്ളത് മലയാള സർവകലാശാലയുടെ ആദ്യത്തെ DLT ബിരുദം മഹാകവി അക്കിത്തത്തിന് നൽകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട ഗവർണർ അത് അദ്ദേഹത്തിന് സമ്മാനിക്കാമെന്ന് ഏൽക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ കോവിഡ് എന്ന് പറയുന്ന വ്യാധി ആ സ്വപ്നത്തെ തൽക്കാലം ശിഥിലമാക്കിയിരിക്കുകയാണ്.
അത് സമ്മാനിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതെല്ലാം മാറി എല്ലാം സാധാരണ മട്ടിലായി കഴിഞ്ഞാൽ വരാം എന്നാണ് ഗവർണർ അറിയിച്ചിരുന്നത്. എന്തായാലും ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും മലയാള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം മഹാകവി അക്കിത്തം ഡോക്ടർ അക്കിത്തവും കൂടിയാണ്. അക്കിത്തത്തെക്കുറിച്ചുള്ള ചിന്തയില് സാമാന്യമായി ചിന്തിക്കുന്ന എല്ലാവരും ഇപ്പോൾ അക്കിത്തത്തെക്കുറിച്ച് ധാരാളം ചർച്ചകൾ പല വഴിക്ക് നടക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, മാതൃഭൂമി വായിച്ചപ്പോൾ അക്കിത്തം പതിപ്പ് തന്നെയായിട്ട് ഇറക്കി. അത് മാത്രമല്ല, പല കോണുകളിൽ അക്കിത്തത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. ജ്ഞാനപീഠം നേടിയപ്പോഴും അദ്ദേഹത്തിന് നവതിയായപ്പോഴും ഒക്കെ അക്കിത്തത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയുണ്ടായി. ആ ചർച്ചകളിലൊക്കെ പൊതുവെ കണ്ട ഒരു സ്വഭാവം അക്കിത്തം ഏതു ചേരിയിൽ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം തേടലായിരുന്നു. കവികൾ ഏതു ചേരിയാണ് എന്ന് അന്വേഷിക്കുന്നതൊക്കെ ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കവികൾ മാനവികതയുടെ നിൽക്കുന്നവരാണ്. അവരുടെ മനസ്സ് സ്വപ്നലോകവും യാഥാർത്ഥ്യ ലോകവും തമ്മിലുള്ള ഒരു പുണരലിന്റെ അവസ്ഥയിലാണ്. ചങ്ങമ്പുഴ പാടിയതുപോലെ അദ്വൈതാമൃത ഭാവസ്പന്ദിത വിദ്യുൻ മേഖലയിലാണ് പലപ്പോഴും സർഗാത്മക തലത്തിലെത്തുന്ന കവികൾ. അവിടെ അക്കിത്തത്തിന്റെ തന്നെ ഒരു കവിതയിൽ പറയുന്ന പോലെ ഡ്രൈവർ കുളന്തൈ എന്ന് പറയുന്ന ഒരു കവിത അക്കിത്തം എഴുതിയിട്ടുണ്ട്. കുട്ടി വണ്ടിയിൽ കയറി എൻജിൻ സ്റ്റാർട്ടാക്കി അങ്ങനെ പോവുകയാണ്. ചെറിയ കുട്ടിയാണ്, കുട്ടിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല. വണ്ടി ഓടിച്ചു. പിന്നെ ആ വണ്ടിയോടൊപ്പം അവൻ സഞ്ചരിക്കുകയാണ്. പ്രകൃതി, മലകൾ, പുഴകൾ എല്ലാം പിന്നിട്ട് അവൻ സഞ്ചരിക്കുകയാണ്. സ്വപ്നലോകത്തോടെയുള്ള മായികമായ ഒരു സഞ്ചാരം. അത്തരത്തിലുള്ളൊരു പ്രചോദനത്തിന്റെ അവസ്ഥയിലാണ് പ്രതിഭാശാലികളായ കവികൾ സർഗാത്മക രചനയുടെ സൃഷ്ടികൾ നടത്തുന്നത്. ഏതായാലും അക്കിത്തത്തെക്കുറിച്ചുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞ അക്കിത്ത ആരുടെ കൂടെ എന്ന് പറയുന്ന ചോദ്യം പലപ്പോഴും അക്കിത്തത്തിന് തന്നെ അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഒരിക്കൽ അക്കിത്തം പറഞ്ഞു, വേദവും കമ്മ്യൂണിസവും ഒരുപോലെ എൻ്റെ തലയിലുണ്ട്. എൻ്റെ തലയിലുണ്ട് എന്നതിനർത്ഥം ഇവ രണ്ടും എന്നെ ഒരുപോലെ സ്വാധീനിക്കുന്നു എന്നല്ല. ഞാൻ എന്തെഴുതുമ്പോഴും വേദവും കമ്മ്യൂണിസവും എൻ്റെ തലയിലുണ്ട് എന്നാണ്. വേദത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്ക് കടക്കുവാൻ എനിക്കുള്ള പാലം ശ്രീമദ് ഭഗവത്ഗീതയും ഭാഗവതവുമാണ്. അതുകൊണ്ട് തന്നെ നിർമ്മമനായിട്ടിരിക്കുവാൻ സുഖദുഃഖേ സമാകൃത്വ ലാഭാലാഭവും ജയാജയോ തഥാ യുദ്ധായുജ്യസ്യ നൈവം പാപം അവാപ്സസി എന്ന് ഭഗവത്ഗീത പറയുന്നത് അക്കിത്തം പലപ്പോഴും ഉദ്ധരിക്കുമായിരുന്നു. സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കണ്ടുകൊണ്ട് ജയപരാജയങ്ങളെ സമമായി കണ്ടുകൊണ്ട് യുദ്ധം ചെയ്യുവാനാണ് അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. ഈ ഒരു നിർമ്മമത വേദത്തെയും കമ്മ്യൂണിസം എന്നല്ല, വിപ്ലവാത്മകമായ ഏത് ചിന്താഗതിയെയും സമീപിക്കുമ്പോൾ അക്കിത്തത്തിന് ഉണ്ടായിരുന്നു. ഓത്തു പഠിക്കുമ്പോഴുണ്ടായിരുന്ന വേദനാജനകമായ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും ഓർക്കുമായിരുന്നു. ഓത്തു ചൊല്ലുന്ന തെറ്റിയപ്പോൾ നാളികേരം എടുത്തെറിഞ്ഞ അമ്മാമനെക്കുറിച്ച്, വല്യമ്മാമനെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും ഓർമ്മിക്കുമായിരുന്നു. പിന്നീട് യോഗക്ഷേമ സഭയിൽ വിട്ടിയുടെ കൂടെയെല്ലാം പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള പല വിധത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ചും അക്കിത്തം പുളകാങ്കിതനായി അനുസ്മരിക്കാറുണ്ട്.
EMSന്റെ സെക്രട്ടറിയായി, അദ്ദേഹത്തിന്റെ പല പ്രഭാഷണങ്ങളും എഴുതിയെടുക്കുന്ന ആളായി, അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുന്ന ആളായി ഒക്കെ അക്കിത്തം തന്നെ സ്ഥാനപ്പെടുത്തുകയുണ്ടായി. പലപ്പോഴും അക്കിത്തം തങ്ങളുടെ കൂടെയല്ല എന്ന് പറഞ്ഞ് തായാട്ട് ശങ്കരനെ പോലെയുള്ളവർ വിമർശിച്ചപ്പോഴും EMS അക്കിത്തത്തെ തൻ്റെ സ്വന്തം സഹോദരനായി തന്നെ കാണുകയുണ്ടായി എന്നും അക്കിത്തം ഓർക്കുന്നുണ്ട്. എന്താണ് അക്കിത്തത്തെ വ്യതിരിക്തനാക്കുന്നത്? മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വള്ളത്തോൾ കളരിയും കഴിഞ്ഞ് പൊന്നാനിക്കളരിയിലെ കവികളുടെ ഒരു സ്വഭാവത്തിലേക്ക് അക്കിത്തം സ്വയമേവ ചെന്നെത്തിയിരുന്നു എന്നുള്ളതാണ്. ഉറൂബ്, ഇടശ്ശേരി തുടങ്ങിയവരായിരുന്നു അക്കിത്തത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊന്നാനിക്കളരിക്കാർ. ഇടശ്ശേരിയുടെ മകൻ ഒരിക്കൽ അനുസ്മരിക്കുന്നുണ്ട്. അച്ഛൻ്റെ പുസ്തക ഷെൽഫ് നോക്കിയപ്പോൾ അതിൽ അക്കിത്തം കൊടുത്ത ഒരു സമ്മാനം, അതിൽ എഴുതിയിരിക്കുന്നത് ബ്രഹ്മശ്രീ ഇടശ്ശേരിക്ക് എന്നാണ്. ഇടശ്ശേരിയെ ബ്രഹ്മശ്രീ എന്ന് വിശേഷിപ്പിച്ച ഒരാൾ മാത്രമേ ഉള്ളൂ, അത് അക്കിത്തമാണ് എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇടശ്ശേരിയെ ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഇടശ്ശേരി ആയാലും ഉറൂബിനായാലും ഈ ഒരു രീതിയിൽ അക്കിത്തം കണ്ടത്? അക്കിത്തത്തിന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലപ്പോഴും പൂണൂലഴിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ സൂക്ഷ്മമായ ശരീരത്തിൽ നിന്ന് ഒരിക്കലും പൂണൂല് അഴിഞ്ഞിട്ടില്ല എന്ന്. എന്തിനാണീ ബന്ധനമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തോ സുഖക്കുറവുണ്ട് ഇതില്ലാതിരുന്നാൽ എന്നും അക്കിത്തം എഴുതിയിട്ടുണ്ട്. ഉറൂബിൻ്റേതുപോലെ ഇടശ്ശേരി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എവിടെ കുഴിച്ചാലാണ് കണ്ണുനീര് കിട്ടുക എന്നാണ് ഞാൻ അന്വേഷിക്കുക എന്ന്. ഈ കണ്ണുനീരിനെ കുറിച്ച് തന്നെയാണ് അക്കിത്തവും എഴുതിയത്. അതൊക്കെ വെണ്ണക്കല്ലിന്റെ കഥ പോലെയുള്ള പല കവിതകളിലും നമുക്ക് ദൃശ്യമാണ്. വള്ളത്തോളിന്റെ വഴിയാണ് അക്കിത്തം ആദ്യം സഞ്ചരിച്ചത് എന്ന് പറഞ്ഞുല്ലോ. വള്ളത്തോളിനുള്ളൊരു പ്രധാന സവിശേഷത, മറ്റു പല സവിശേഷതകളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതകളായിട്ട് കാണുന്നത്, മലയാള കവിതയില് ശുഭപ്രതീക്ഷാശീലനായിട്ടുള്ള ഒരു കവി വള്ളത്തോളിനെ പോലെ കാണാൻ പ്രയാസം ആണ്. പ്രപഞ്ചമേ നീ പല ദുഃഖജാലം നിറഞ്ഞതാണെങ്കിലും ഇത്രമാത്രം ചേതോഹര കാഴ്ചകൾ നിങ്കലുള്ള കാലത്ത് നിൻ പേരിൽ എവൻ വെറുക്കും എന്നാണ് വള്ളത്തോൾ ചൊല്ലിയത്. പോകട്ടെ എൻ തടിമിടുക്കറു മുത്തനാകിലാകട്ടെ, പാർപ്പിടമെനിക്കിതു തന്നെ വേണം, ആകമ്ര ശോഭന പദാർത്ഥ സമൃദ്ധമാമി ലോകത്തു നിന്ന് നരർ പോകുവതെന്തു പോക്കാം, ദുഃഖത്തെ സ്വീകരിക്കാൻ ഞാൻ മഹാകവിയാണോ എന്ന് പോലും വള്ളത്തോൾ ചോദിക്കുകയുണ്ടായി. ഞാൻ മഹാകവിയാണോ എന്ന കവിതയിൽ. ഇവിടെ വള്ളത്തോളിൽ നിന്ന് അല്പം വ്യത്യസ്തരാണ് അക്കിത്തം. അക്കിത്തം പറയുന്നു, ഞാനും ഒരു നവലോകം സ്വപ്നം കാണുന്നുണ്ട്. എന്താണ് ആ നവലോകത്തിന്റെ പ്രത്യേകത? എല്ലാവരും വേല ചെയ്യുന്ന, നാവിനും കാലിനും ഒരിക്കലും ചങ്ങലയിടാത്ത ഒരു നവലോകം. അതാണ് എന്റെയും സ്വപ്നം. പക്ഷേ മനുഷ്യൻ സംതൃപ്തി അടയുന്ന ഒരു കാലം അത് വളരെ വിദൂരമാണ്, അത് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. മനുഷ്യൻ എപ്പോഴും അസംതൃപ്തനായിക്കൊണ്ടേയിരിക്കും. ചക്രവാളം
എത്രയോ അകലെയാണ്. നമ്മളിപ്പോ എത്തും ചക്രവാളത്തിലെ എന്ന് വിചാരിക്കുമ്പോൾ ചക്രവാളം വീണ്ടും വീണ്ടും അകന്നു പോകും. ചക്രവാളം എപ്പോഴും അകന്നേ നിൽക്കും. അതുകൊണ്ട് നമ്മൾ എത്ര ശുഭപ്രതീക്ഷ കൈക്കൊണ്ടാലും ദുഃഖം ഒരു സത്യമായി അവശേഷിക്കും. അപ്പൊ പിന്നെ എന്താണ് ഈ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സുഖം എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ മറക്കലാണ്, അല്ലെങ്കിൽ ദുഃഖത്തെ മറക്കലാണ്. അതാണ് സുഖം. അപ്പോൾ ദുഃഖത്തെ എങ്ങനെ മറക്കും? ദുഃഖത്തെ മറക്കാൻ ഒരൊറ്റ പ്രത്യൗഷധം മാത്രമേ ഉള്ളൂ. നേരത്തെ ശ്രീ എം ഷിനാസ് സൂചിപ്പിച്ചതുപോലെ സ്നേഹം, നിരുപാധികമായ സ്നേഹം. നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ. ഇതാണ് അഴക്, ഇതേ സത്യം, ഇതു ശീലിക്കൽ ധർമ്മവും. വള്ളത്തോൾ സൗന്ദര്യമാണ് സത്യം എന്ന് പറഞ്ഞു. അക്കിത്ത പറയുക സ്നേഹമാണ് സത്യം, സ്നേഹമാണ് സൗന്ദര്യം എന്നാണ്. സ്നേഹം ശക്തി കൂടിയാണ് എന്ന് അക്കിത്തം പറയും. സ്നേഹത്തിന് ബലമുണ്ട്. ആ ബലം ഏറ്റവും അധികം അക്കിത്തത്തിൽ കാണിച്ചു കൊടുത്തത് ഇടശ്ശേരിയാണ്. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന ഇടശ്ശേരിയുടെ ദർശനം അക്കിത്തത്തിന് ബാലപാഠമായിരുന്നു. കാണായതപ്പടി കണ്ണുനീരെങ്കിലും ഞാൻ ഉയിർക്കൊള്ളുന്നു വിശ്വാസശക്തിയിൽ എന്ന് പണ്ടത്തെ മേശാന്തി എന്ന് പറയുന്ന കവിതയിൽ അക്കിത്തം കുറിക്കുകയുണ്ടായി. കാണുന്നത് മുഴുവൻ കണ്ണുനീരാണ്, ദുഃഖമാണ്. എന്നാൽ ആ ദുഃഖത്തിനപ്പുറത്ത്, ആ ദുഃഖത്തിൽ നിന്നും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർക്കൊള്ളുന്ന വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ച് കവി പാടി. ഈ കണ്ണീരാണ് മറ്റുള്ളവർക്കായി സ്വയം പൊഴിക്കണം എന്ന് അക്കിത്തം അഭിലഷിച്ചത്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്ന് കുറിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഈ കണ്ണുനീർത്തുള്ളി പ്രിയതമയോടുള്ള അനുരാഗമായി മാറും. അത് വെണ്ണക്കല്ലായി മാറിയത് വെണ്ണക്കല്ലിന്റെ കഥയിൽ നമ്മൾ കാണുന്നു. അപ്പോൾ ന്യായമായും ഒരു സംശയം നമ്മുടെ മനസ്സിൽ ഉദിക്കും. ലോകം മുഴുവൻ ദുഃഖഭരിതമാണ്, കണ്ണീരാണ്. അതിന് പ്രത്യക്ഷമായി സ്നേഹത്തെ കാണണം എന്ന് പറയുന്നു. പക്ഷെ എങ്ങനെയാണ് സ്നേഹിക്കുക? നിരുപാധികമായ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കിത്തത്തിന്റെ അന്വേഷണം എപ്പോഴും ഫിലോസഫിക്കായിരുന്നു. തത്വചിന്താപരമായ അന്വേഷണങ്ങളാണ് അക്കിത്തം നടത്തിയത്. അക്കിത്തം പറഞ്ഞു, നന്മ ചെയ്യുന്നത് എങ്ങനെയാണ്? നന്മ ചെയ്യാൻ സ്നേഹം എന്ന് പറയുന്നത് നന്മ ചെയ്യൽ കൂടിയാണല്ലോ. അതിന് ഭഗവത്ഗീതയാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. തേന ത്യക്തേന ഭുഞ്ചിത, ത്യാഗം കൊണ്ട് ഭുജിച്ചാലും, കർമ്മണ്യേവാധികാരത്തെ മാ ഫലേഷു കഥാചന, ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യുക. അടിസ്ഥാനപരമായി മനുഷ്യൻ നന്മ നിറഞ്ഞവനാണ്. അത് തിരിച്ചറിയുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും കടമയാണ്. എല്ലാവരും ദുഃഖിതരാണെങ്കിൽ പിന്നെ പരസ്പരം തെറ്റ് ചെയ്യുന്നത് എന്തിനാണ്? അക്കിത്തം ചോദിക്കുന്നു. എല്ലാവരും ദുഃഖിതരാണെങ്കിൽ പിന്നെ പരസ്പരം തെറ്റ് ചെയ്യേണ്ട കാര്യം എന്താ? അതിന് കാരണം അഹംഭാവമാണ്, ഞാനെന്ന ഭാവമാണ്. ഈ അഹംഭാവം ഇല്ലായ്മ ചെയ്യുവാൻ ഇന്ത്യക്ക് ഏറ്റവും വലിയ മാതൃക ഭഗവത്ഗീതയെ പ്രമാണമാക്കിയ ഗാന്ധിജിയുടെ ജീവിതമാണ്. അതുകൊണ്ടാണ് അക്കിത്തം
അവിടെയാണ് അക്കിത്തം ഗാന്ധിയുമായി ഒത്തുചേരുന്നത്. തത്വമസി എന്ന് പറയുന്ന ബോധ്യത്തെക്കുറിച്ച് അക്കിത്തം ഒരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട്. ശബരിമലയിൽ ചെല്ലുമ്പോൾ തത്വമസി എന്ന് എഴുതി കാണുന്നു. എന്തുകൊണ്ടാണത്? തത്വമസി എന്ന് എഴുതി കാണുന്നതിന്റെ പിന്നിലുള്ളത്, നെയ്ത്തേങ്കയുമായി ശബരിമലയിൽ പോകുമ്പോൾ നെയ്യ് അവിടെ ഒഴുക്കിക്കളയുന്നു, തേങ്ങ എടുത്ത് അഗ്നിയിലെറിയുന്നു. നെയ്യ് മനസ്സാണ്, തേങ്ങ ശരീരമാണ്. മനസ്സും ശരീരവും എവിടെയാണോ ഉപേക്ഷിക്കപ്പെടുന്നത് അവിടെ മാത്രമാണ് തത്വമസി എന്ന വിചാരം ഉദിക്കുന്നത്. അപ്പോഴാണ് ഞാൻ എന്ന ഭാവം ഇല്ലാതാവുന്നത്, ഞാനും നീയും ഒന്നായിത്തീരുന്ന ഒരു ഭാവത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് അക്കിത്തം ഒരിക്കൽ ഇങ്ങനെ എഴുതി, നിന്നിൽ നിന്നുണ്ടായ ഞാൻ അല്ല നീ തന്നെ, നിന്നെ കണ്ടമ്പേ പകച്ചുവല്ലോ. പൂവിന്നിതളിൽ പറവതൻ തൂവലിൽ പൂഴിനാഗത്തിന്നിളം തൊലിയിൽ ജാഗരം കൊള്ളും കരുത്തേ, നിന്നെ കണ്ടെത്തി പകയ്ക്കവേ തന്നെ ഞാൻ നിന്നിൽ ആണ്ടാണ്ടു മറഞ്ഞുവല്ലോ. ഇതായിരുന്നു അക്കിത്തത്തിന്റെ മനസ്സ്. 1+1=2 എന്ന് പറയുന്ന വഴിക്കണക്കിൽ നിന്ന് തന്നെയാണ് അക്കിത്തം ആരംഭിച്ചത്. പക്ഷേ അവസാനം ബഷീർ പറഞ്ഞ വലിയ ഒന്നിലേക്ക് എത്തിച്ചേർന്ന ആളാണ് അക്കിത്തം. ഈ ഭാവം അനേകം കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അക്കിത്തത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പണ്ടത്തെ മേശാന്തിയിലെ വരികൾ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. എൻ്റെ അല്ലിക്കൊമ്പനാനകൾ, എൻ്റെ അല്ലി മഹാക്ഷേത്രവും മക്കളെ എന്ന് പറയുന്ന, ഭാവിക്ക് ഞാൻ ഒന്നുമേകിയില്ലെങ്കിലും ജീവിച്ചു ഞാനെന്നെനിക്കുറപ്പല്ലയോ. ഭാവിക്ക് ഞാൻ ഒന്നുമേകിയില്ലെങ്കിലും ജീവിച്ചു ഞാനെന്ന് എനിക്കുറപ്പല്ലയോ എന്ന് ഏകാഗി എന്ന് പറയുന്ന ഒരു കവിതയിൽ അക്കിത്തം എഴുതി. കിട്ടുമോ ഫലം, അല്ല പരാജയപ്പെട്ടു പോകുമോ, ചോദിപ്പതില്ല ഞാൻ. ജയമായാലെന്ത്, പരാജയമായാലെന്ത് ഒന്നും ഞാൻ അന്വേഷിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ വേറൊരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. ഈ അഹംഭാവം വെടിയുകയും നിഷ്കാമകർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുകയും, വള്ളത്തോൾ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ പറയുന്ന പോലെ, താരകാമണിമാല ചാർത്തിയാൽ അതും കൊള്ളാം, കാറണിച്ചെളി നീളെ പുരണ്ടാൽ അതും കൊള്ളാം, ഇല്ലിഹ സംഘം ലേപം എന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസ് അവണ്ണമൻ ഗുരുനാഥൻ എന്ന് ഗാന്ധിജിയെ പറ്റിയിട്ട് വള്ളത്തോൾ പറയുന്നുണ്ട്. അതുപോലെയുള്ളൊരു നിർലേപത വന്നു കഴിഞ്ഞാൽ കർമ്മവിമുഖത ഉണ്ടാവില്ലേ എന്നൊരു സംശയം ഉണ്ടായേക്കാം. പക്ഷേ അങ്ങനെയുള്ള കർമ്മവിമുഖതയ്ക്ക് അക്കിത്തമെതിരാണ്. ചെയ്യുന്ന കർമ്മം അഹത്തിൽ നിന്നുള്ള വിമോചനമാകണം എന്നാണ് അക്കിത്തം പറയുക. അഹത്തിൽ നിന്നുള്ള വിമോചനമാണ് സൽക്കർമ്മം എന്നുകൊണ്ട് കവി ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മനുഷ്യൻ കണ്ണിൽ കണ്ടതിനെ മുഴുവൻ വേട്ടയാടും. അക്കിത്തത്തിന്റെ പ്രശസ്തമായ വരികളുണ്ടല്ലോ, പുല്ലാണവനു കാന്താരം, കാടിനെ അവൻ പുല്ലായി കരുതും, പർവ്വതം മണൽത്തരി, പർവ്വതത്തെ മണൽത്തരിയായി കാണും, കടലിനെ ഇറവെള്ളമായി കാണും. ആ അഹങ്കാരം, ഈ മനോഭാവമാണ് മാറ്റേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തോക്കിനും വാളിനും വേണ്ടി ചെലവിട്ടോ ഇരുമ്പുകൾ, ഉരുക്കി വാർത്തെടുക്കാവൂ ബലമുള്ള കലപ്പകൾ. അതാണ് തോക്കിനും വാളിനും വേണ്ടി ചെലവിട്ട ഇരുമ്പെടുത്ത് ഉരുക്കിയിട്ട് അത് കലപ്പകളാക്കി മാറ്റണം എന്ന് അക്കിത്തം പറയുകയുണ്ടായി. വാളല്ലൻ സമരായുധം ക്ഷണക്ഷണൽക്കാരം മുഴക്കിയിടുവാൻ ആളല്ലൻ,
മണിവീ എന്താണ് പൊൻവീണ വാങ്ങിച്ചു ഞാൻ എന്ന്. അത് മറ്റൊരു കവി. ഇവിടെ അക്കിത്തം പറയുന്നത് ഈ ഇരുമ്പുകൾ കലപ്പകൾക്ക് വേണ്ടിയിട്ട് ഉരുക്കി വാർത്തെടുക്കണമെന്നാണ്. സ്വാഭാവികമായിട്ടും അത് അക്കിത്തത്തെ ചുറ്റുമുള്ള ലോകത്തെ പുതിയ രീതിയിൽ നിരീക്ഷിക്കുന്നതിന് സന്നദ്ധരാക്കി. ഇവിടെയാണ് അക്കിത്തം പിന്തിരിപ്പനാണ് എന്നുള്ള വിമർശനം ഉടലെടുത്തത്. വാസ്തവത്തിലെ കുട്ടപ്പൻ എന്ന കോമരം പോലെയുള്ള കവിതകളിലൊക്കെ കോവിലിലെ ഒരുമ്പെട്ടവളെ കുറിച്ചൊക്കെ പറഞ്ഞ, ദേവിയെക്കുറിച്ച് പറഞ്ഞ അക്കിത്തം കൊടിയെപ്പറ്റി, ഓരോ കക്ഷി രാഷ്ട്രീയക്കാരുടെയും കൊടിയെപ്പറ്റി ഓരോ മാതിരി ചായം പൂശിയ കീറത്തുണിയുടെ വേദാന്തം എന്ന് പറയുന്നിടത്തേക്ക് എത്തിച്ചേർന്നു. ഓരോ മാതിരി ചായം പൂശിയ കീറത്തുണിയുടെ വേദാന്തം എന്നിടിഞ്ഞു പൊളിഞ്ഞ ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, വോട്ട് രാഷ്ട്രീയത്തെ അദ്ദേഹം അപഹസിച്ചു. 5 കൊല്ലത്തേക്ക് ചോറ്റിൽ പൂഴി വാരിയിടേണ്ടവൻ. ആരാണ് വോട്ട് ചോദിക്കുന്ന ആൾക്കാര്? 5 കൊല്ലത്തേക്ക് ചോറ്റിൽ പൂഴി വാരിയിടേണ്ടവൻ ആരെന്നു നിർണയിക്കട്ടെ വോട്ടിന്റെ കവിടിക്രിയ എന്ന്. വോട്ട് കവിടിക്രിയയാണ്. സ്വാഭാവികമായിട്ടും അത് ഹിംസയെ വെറുക്കുവാൻ അദ്ദേഹം ശീലിച്ചു. തല്ലുവാൻ എനിക്കാവില്ലിവറ്റയെ കൊല്ലുവാൻ തന്നെ ശക്തിയുണ്ടെങ്കിലും തല്ലിടുമ്പോൾ തെറിക്കുകയില്ലയോ തെല്ലു ചെന്നിണമെന്റെ ദേഹത്തിലും എന്ന് കാട്ടലികൾ എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം കുറിച്ചു. ഇവിടെയാണ് അക്കിത്തത്തിന് ഒരു വിച്ഛേദം സംഭവിക്കുന്നത്. അക്കിത്തത്തെക്കുറിച്ചുള്ള വിചാരത്തിൽ ഒരു വിച്ഛേദം സംഭവിക്കുന്നത്. അക്കിത്തം ഗാർഹസ്ഥ്യത്തെ ഏറെ മാനിച്ചൊരു കവിയാണ്. ഗൃഹസ്ഥനായി ജീവിക്കുന്ന വള്ളത്തോളിന്റെ കവിതയില്ലേ, ഞാനൊന്ന് ചോദിക്കട്ടെ സാദരം മഹാമുനെ, ധ്യാനത്തിൽ ഉൾച്ചേരും ഈ സച്ചിദാനന്ദം താനോ, മാനിച്ചി ഇളം പൂമേ പുൽകലിൽ ഉളവായൊരാനന്ദമിതോ ഭവാൻ അധികം സമാസ്വാദ്യം എന്ന് വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുന്നു. നമുക്ക് ഗാർഹസ്ഥ്യ വഴിക്ക് നേടിടാം വിമുക്തിയെക്കാളും അഖണ്ഡമാം പദം എന്ന വിശ്വാസക്കാരനായിരുന്നു അക്കിത്തവും. ആകാശവാണിയിൽ ജോലി ചെയ്ത സമയത്ത് കോഴിക്കോട് കടപ്പുറത്ത് കാറ്റുകൊണ്ട് കിടക്കവേ കുതികാലിലെത്തും കുളിർത്ത കാറ്റേ കുമരനെല്ലൂരിൽ ചെന്നെത്തുമോ എന്ന് തൻ്റെ പ്രേയസിക്ക് വേണ്ടി കാറ്റിനോട് ചോദിക്കുന്ന കവിഹൃദയത്തെ കാണാൻ സാധിക്കുന്നു. കരതലാമലകം എന്ന് പറയുന്ന അക്കിത്തത്തിന്റെ അതിപ്രശസ്തമായ ഒരു കവിതയുണ്ട്. അതില് ആൽബർട്ട് ഷ്വൈറ്റ്സറുടെ ഒരു 4 വരി ആമുഖമായിട്ട് അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ടു ദ ക്വസ്റ്റ്യൻ വെദർ ഐ ആം എ പെസിമിസ്റ്റ് ഓർ ഓപ്റ്റിമിസ്റ്റ്, I answer that my knowledge is pessimistic, but my willing and hoping are optimistic എന്ന് ആൽബർട്ട് ഷ്വൈറ്റ്സറുടെ ഒരു വചനം ആമുഖമായി അതിൽ കുറിക്കുന്നുണ്ട്. ശുഭപ്രതീക്ഷ കൈവിടാതിരിക്കുവാൻ യുഗധർമ്മം കൈവിടാതിരിക്കുക എന്ന് പറയുന്നത് യുഗധർമ്മമാണ് എന്ന് കരുതുന്ന കവിചേതനയെ നമുക്ക് ഈ കരതലാമലകം എന്ന് പറയുന്ന കവിതയിൽ കാണാൻ സാധിക്കും. അതിൽ പ്രണയിനിയുടെ സാന്നിധ്യം എല്ലാ ദുഃഖത്തെയും മധുരീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്.
ഈ സ്നേഹം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ വിവിധ ഭാവങ്ങളാണ്, അനുരാഗവും ഭക്തിയും എല്ലാം എന്ന് അക്കിത്തം എപ്പോഴും വിശ്വസിച്ചിരുന്നു. ഈ ഉത്തരരാമായണത്തിൽ പറയില്ലേ, എന്താണ്, എല്ലാം ദുഃഖത്തിന്റെ വിവിധ ഭാവങ്ങളാണ് എന്ന്. അതുപോലെ സ്നേഹത്തിന്റെ വിവിധ ഭാവങ്ങളാണ്. കരുണമൊരു രസം താൻ വസ്തുഭേദേന നാനാപരിണതികളെ വഹിച്ചിടുന്നിതേ മാറി മാറി തിരനുര ചുഴിയെന്നീ രൂപഭേദങ്ങൾ പാർക്കിൽ പറയുകിൽ അവയെല്ലാം വെള്ളമത്രയെ നനച്ചാൽ എന്നാണ് ഉത്തരാമയത്തിൽ പറയാം. കരുണം എന്ന് പറയുന്ന രസത്തെക്കുറിച്ച് പറയും. സ്നേഹത്തിന്റെ വിവിധമായ അവസ്ഥാഭേദങ്ങളെക്കുറിച്ച്, ഈ യുഗത്തിന്റെ പൊട്ടിക്കരച്ചിലേൻ വായിൽ നിന്നു നീ കേട്ടുവെന്നോ സഖി എന്ന് പറഞ്ഞുകൊണ്ടാണ് കരതലാമരകം ആരംഭിക്കുന്നത്. എൻ്റെ പലവിധങ്ങളായിട്ടുള്ള ദുഃഖങ്ങളില് നീ അഹോ രുചിച്ചാൾ എൻ്റെ ചുണ്ടിൽ നിന്ന് ഈ യുഗത്തിന്റെ കയ്പുമെന്നോ സഖി എന്ന് പറഞ്ഞ് സഖിയുടെ കൈപിടിച്ച് ആ ദുഃഖത്തിൽ നിന്നും കരകയറുവാനുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. മംഗല്യവേദിയിൽ വെച്ച് പ്രേയസിയുടെ കൈപിടിച്ച് ചൊല്ലുന്ന മന്ത്രത്തിന്റെ ധ്വനിയാണ് അത്. ചാരമാം എന്നെ കർമ്മകാണ്ഡങ്ങളിൽ ധീരമാക്കുന്നത് എന്തൊക്കെയാണെന്നോ, നിന്റെ രൂപവും വർണ്ണവും നാദവും നിന്റെ പൂഞ്ചായൽ തൂകും സുഗന്ധവും. ഇവിടെ അക്കിത്തത്തിന്റെ മറ്റൊരു സഹപ്രവർത്തകനായ കക്കാടുമായി അന്വയിക്കുന്നുണ്ട്. കക്കാടും അക്കിത്തും ഒക്കെ ആകാശവാണിയിലെ സഹപ്രവർത്തകരായിരുന്നു. പക്ഷെ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ പഴയ കാൽപ്പനിക കവികളിൽ നിന്നും അക്കിത്തം എപ്പോഴും പുലർത്തിയിരുന്ന ഒരു വ്യത്യാസം, ഈ പ്രണയത്തെ കാൽപ്പനിക സ്വർഗത്തോളം കൊണ്ടുപോകുവാൻ അക്കിത്തം ഒരിക്കലും തുനിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള സാന്ത്വനഭാവമായി ആ അനുരാഗത്തെ, ആ പ്രണയ വൈവശ്യത്തെ അവതരിപ്പിക്കുവാനാണ് അക്കിത്തം ഇഷ്ടപ്പെട്ടത്. ആധുനികമായ യുഗത്തിൽ സ്ത്രൈണസത്തയുടെ നിർമ്മലമായ പ്രാർത്ഥനാഭാവമാണ് ഏറ്റവും കരണീയമെന്ന് അക്കിത്തം കണ്ടു. രസകരമായൊരു കാര്യം, മഹിഷാസുരമർദ്ദിനിയെ പറ്റിയിട്ടുള്ള ഒരു കവിത അക്കിത്തത്തിൻ്റെതായിട്ടുണ്ട്. ആ അക്കിത്തം മഹിഷാസുരമർദ്ദിനിയെ കുറിച്ചുള്ള കവിതയില് സീത, ഊർമിള, സാവിത്രി, ദമയന്തി, ശകുന്തള, സീത, ഊർമിള, സാവിത്രി, ദമയന്തി, ശകുന്തള. അടുത്ത വരി എന്താണെന്നറിയോ? പട്ടാളത്തിൽ പോയവന്റെ പത്നി കൂടി അഹർനിശം ജീവിക്കുന്നു നിന്നിൽ നിത്യരാഗവേദനയാണു നീ. അതാണ് മഹിഷാസുരമർദ്ദിനിയിൽ സീതയുണ്ട്, ഊർമിളയുണ്ട്, സാവിത്രിയും ദമയന്തിയും ശകുന്തളയും മാത്രമല്ല പട്ടാളത്തിൽ പോയവന്റെ ഭാര്യ കൂടിയുണ്ട് എന്ന് പറയുന്നിടത്തോളം എത്തുന്നു അക്കിത്തത്തിന്റെ സ്ത്രൈണ സത്തയെക്കുറിച്ചുള്ള ആവിഷ്കാരം. പരഭാഗഭംഗി എന്ന് പറയുന്ന അക്കിത്തത്തിന്റെ മറ്റൊരു കവിതയില് ഏകീഭാവത്തിന്റെ മൂർധന്യത്തില് സ്ത്രീയും പുരുഷനും ഉണ്ടാകുന്ന ഉടലിന്റെ ഒന്നിക്കലിൽ പുരുഷൻ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, വാസ്തവത്തില് എന്തിനാണ് ഒരു ദ്വൈതം? ദ്വൈതം എന്നൊന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ദ്വൈതം എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ നൽകുന്ന ഒരു മറുപടിയുണ്ട്. ഭാര്യയല്ല, സ്ത്രീ നൽകുന്ന ഒരു മറുപടിയുണ്ട്. മാംസനിഷ്ഠമായ ജീവിതമില്ലെങ്കിൽ ഈ മമത്വ ശക്തിക്ക് എന്താണ് അർത്ഥം? ദ്വൈതം ഉണ്ടെങ്കിൽ മാത്രമേ അദ്വൈതത്തിന് അർത്ഥമുള്ളൂ, അദ്വൈതത്തിന് നിലനിൽപ്പുള്ളൂ. ദ്വൈതം ഉണ്ടെങ്കിൽ മാത്രമേ അദ്വൈതത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്ന ഒരു വലിയ താത്വികമായ അർത്ഥതലങ്ങളിലേക്ക് അക്കിത്തം പോകുന്നുണ്ട്.
പാടരുതത്രേ ഞാൻ എന്നോമനെ നിന്നെപ്പറ്റി, പാവന പ്രേമത്തിന്റെ തൂവെളിച്ചത്തെപ്പറ്റി, പാടിയാൽ അനുരാഗഗാനമായി തീരും പ്രിയേ, പാരെന്നെ ശകാരിക്കും. കേവലം അസന്മാർഗി. അനുരാഗത്തെപ്പറ്റി കവിത എഴുതിയാൽ അസന്മാർഗി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു പ്രവണതയെ കൂടി അക്കിത്തം ഇതോടൊപ്പം വിമർശിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അക്കിത്തത്തിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്തകളും കർമ്മത്തെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങളും വിപ്ലവത്തെക്കുറിച്ചുള്ള ആലോചനകളും ഒക്കെ ആത്യന്തികമായി ഒരു കാളിദാസീയമായ സ്നേഹത്തിലേക്ക് വികാസം പ്രാപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കൂടുതൽ പഠനങ്ങൾ ആ നിലയ്ക്ക് കൂടി ആവശ്യമുള്ളതാണ് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞ് അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അക്കിത്തത്തിന്റെ കാവ്യരചനാ സങ്കല്പത്തെക്കുറിച്ച് കൂടി ചിലത് പറയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഡ്രൈവർ കുളന്തൈ എന്ന് പറയുന്നത് അക്കിത്തത്തിന്റെ ഒരു ലഘുകാവ്യമാണെങ്കിലും അതില് എങ്ങനെയാണ് കവിതയുടെ രചന എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിശദീകരണം നമുക്കതില് കാണാൻ സാധിക്കും. പ്രചോദനത്തിന്റെ സന്തതിയാണ് കവിത. കവിത നമ്മളെ കാണാത്ത സ്ഥലങ്ങൾ കാണിച്ചു തരും. അനേകം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത സ്ഥലങ്ങളാണ് കവിത എഴുതുമ്പോൾ ഒരു കവിക്ക് കാണാൻ സാധിക്കുന്നത്. ആ സമയത്ത് അവൻ അഹത്തിൽ നിന്നും വിമോചിതനാവും. അതുകൊണ്ടാണ് ബ്രഹ്മാനന്ദ സഹോദരമായ ആനന്ദത്തോടൊക്കെ കാവ്യരചനയെ ചിലർ താരതമ്യം ചെയ്യുന്നത്. ഈ കാവ്യരചനയില് പുതിയ കവിതകളെ അക്കിത്തം എങ്ങനെയാണ് അഭിവീക്ഷിക്കുന്നത് എന്നുകൂടി അറിയുന്നത് രസാവഹമായിരിക്കും. പുതിയ കവിതയുടെ ഒരു പ്രശ്നമായിട്ട് അക്കിത്തം കാണുന്നത് വൃത്തം ചുരുങ്ങിയതല്ല, അർത്ഥം ചുരുങ്ങിയതാണ് പുതിയ കവിതയുടെ പ്രശ്നമെന്ന് അക്കിത്തം പറയുകയുണ്ടായി. എത്ര ഞാണിന്മേൽ കളിക്കാരനും സമ്മാനം വാങ്ങാൻ നിലത്തേക്ക് ഇറങ്ങി വരുന്ന ഒരിക്കൽ ഉറൂബ് പറഞ്ഞിട്ടുണ്ട്. എത്ര ഞാണിന്മേൽ കളിക്കാരനും, ഭൂമിക്ക് മീതെയാണല്ലോ ഞാണിന്മേൽ കളിക്കാരന്റെ നിൽപ്പ്, പക്ഷെ അയാൾ സമ്മാനം വാങ്ങിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരാതിരിക്കില്ല എന്ന് ഉറൂബ് പറഞ്ഞതിനെ അക്കിത്തം ഉദ്ധരിക്കുന്നുണ്ട്. അക്കിത്തത്തിന്റെ ഒരു ഉപന്യാസത്തിന്റെ പേര് വിഡ്ഢി ഹൃദയത്തിലേക്ക് നോക്കി എഴുത് എന്നാണ്. ഹൃദയത്തിലേക്ക് നോക്കി എഴുതാനാണ് അക്കിത്തം പറയുന്നത്. മറ്റു കലകളിൽ നിന്നും വ്യത്യസ്തമാണ് കാവ്യരചന. കവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയം മനസ്സാണ്. ഈ മനസ്സ് എങ്ങനെയാണ് കവി സൃഷ്ടിക്കുന്നത്? കവി മനസ്സിനെ സൃഷ്ടിക്കുന്നത് തൻ്റെ അന്തരീക്ഷത്തിൽ നിന്നാണ്. കവിയുടേത് മാത്രമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ്. കവിതയിലെ വാക്കിനെ വഹിക്കുന്നത് താളമാണ്. അത് ഒരിക്കലും അപജയപ്പെടുത്തരുത് എന്ന് അക്കിത്തം പുതിയ കവികളെ ഉപദേശിച്ചു. കവിയാവണമെങ്കിൽ എന്തു ചെയ്യണമെന്നോ കവിയാവണമെന്ന് മോഹിക്കാതിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ടാണ്. കവിത ചുരത്തുവാൻ അല്ലെങ്കിൽ എന്തിനാണ് കഴിവേറിയാം ദൈവം സൃഷ്ടിച്ചു വിട്ടു തന്നെ എന്നും കവി പറയുകയുണ്ടായി.
അക്കിത്തത്തിന്റെ ഒരു മാനുഷിക മുഖത്തെ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എല്ലാ സംഘങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളുണ്ടല്ലോ. വലിയ സംഘത്തിലും ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വ്യക്തി ഉണ്ടാകാം. എല്ലാ സമരങ്ങളിലും തോറ്റുപോകുന്ന ഒരാളുണ്ടാകാം. അവരുടെ കൂടെ നിൽക്കാനാണ് താനെന്നും ഇഷ്ടപ്പെട്ടത്. നമുക്ക് കൈമോശം വന്ന പാരമ്പര്യത്തിന്റെ പലവിധ സ്വത്തുക്കൾ, പുള്ളുവക്കുടം വീണ, കൈകൊട്ടിക്കളിപ്പാട്ട്, വില്ലടി എല്ലാം ഇന്നു റേഡിയോകളിൽ മാത്രം. ഇന്നാർക്കു വേണ്ടു ചേന്നമംഗലം തുണി, ഇല്ലിക്കുന്നനും പാവും പുളിയർക്കരയും പഴഞ്ചത്തം. ഈ ഖേദം അക്കിത്തത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കല് അമേരിക്കയില് നാസ സന്ദർശിക്കുകയുണ്ട്. പോയി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ആറ്റം ബോംബും അണുബോംബും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ അത് പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെയാണ് ശമ്പളം കൊടുത്ത് നിയമിച്ചിരിക്കുന്നത്. അതുപോലെ കവികൾ മാനവികതയുടെ കാവൽക്കാരാണ്. അണുബോംബ് പൊട്ടിക്കാതിരിക്കാൻ കാവൽ നിർത്തിയ ശമ്പളക്കാരെ പോലെയാണ് മാനവികതയുടെ കാവൽക്കാരായി കവികൾ നിലകൊള്ളേണ്ടത്. ഒരു പേനക്കത്തിയാൽ ഒരു ഇളനീർക്കണ്ണുമാതിരി പകയാലൻ മനുഷ്യത്വക്കനി ചെത്തിത്തുരന്നു ഞാൻ, ശീതളം മധുരം ജീവപ്രേമമാം പൂർവവാസന വാറ്റിക്കളഞ്ഞേൻ ആവോളം ഒടുക്കത്തെ കടം വരെ. ഇതാണ് പലരുടെയും ഹിംസാത്മകമായ മനോഭാവം. പേനക്കത്തി കൊണ്ട് ഇളനീർക്കണ്ണ് ചെത്തുന്നത് പോലെ പകയും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പലവിധ പ്രവൃത്തികളും. ഇതിനൊരിക്കലും എൻ്റെ മനസ്സെ തുനിയരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ഭാഗവത പരിഭാഷയ്ക്ക് മുതിർന്നത്. എന്നാൽ അദ്ദേഹം അവസാന കാലം വരെയും ദുഃഖിച്ചിരുന്ന ഒരു സംഗതി കൂടിയുണ്ട്. ലഘുവായ, നമ്മൾ ലഘു എന്ന് കരുതുന്ന കുനിയനുറുമ്പുകളിൽ പോലും മഹാന്ധത പെരുകിയതിനെ കുറിച്ചുള്ള ഖേദം. താൻ പണിത ഗോപുരത്തെ കുത്തിവീഴ്ത്താൻ ശ്രമിച്ച ഉറുമ്പിനെ കുറിച്ച് ആ ഗോപുരം നിർമ്മിച്ച ശില്പി വിചാരിക്കുന്ന ഒരു വിചാരമുണ്ട്. നന്മകൾ ആശിച്ചിടുക, അത്രയ്ക്ക് ലഘുവാമീ കുനിയനുറുമ്പിലും ഇത്രയ്ക്ക് മഹാന്ധത പാകിയല്ലോ ഹാ ദൈവം എന്നാണ് ആ ശില്പിയുടെ ഖേദം. അത്രയ്ക്ക് ലഘുവാമി കുനിയനുറുമ്പിലും ഇത്രയ്ക്ക് മഹാന്ധത പാകിയല്ലോ ഹാ ദൈവം. അതെ, നമ്മൾ ആശിച്ചിടുക, നന്മകൾ ആശിച്ചിടുക, പറയാനുള്ളവ നേരെ, നമ്മുടെ മാർഗം ചെത്തിക്കോരാൻ നാം അല്ലാതില്ലാരും എന്ന്. ഇത് അക്കിത്തത്തിന്റെ ഏറ്റവും വലിയൊരു മുദ്രാവാക്യമാണ്. നമ്മുടെ മാർഗം ചെത്തിക്കോരാൻ നാം ഇല്ലാതില്ലാരും. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞില്ലേ, നമ്മൾ നന്നാകുവാൻ എന്തു നല്ലു, നല്ലൊരു ചൂല് മനസ്സിൽ നല്ലു എന്ന്. അങ്ങനെ സ്വയം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാൻ നമ്മെ നിരന്തരം ആഹ്വാനം ചെയ്ത ഒരു വലിയൊരു മനസ്സിന്റെ ഉടമയായിരുന്നു മഹാകവി അക്കിത്തം. അക്കിത്തത്തിന്റെ കുറിച്ചുള്ള ഓർമ്മകളെ പ്രണമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലഘുഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ അനിൽ വള്ളത്തോൾ സർ. അക്കിത്തം കവിതയിൽ നിർലീനമായ അന്തർഭവിച്ച തത്വചിന്ത, അക്കിത്തം കവിതയിലെ രാഷ്ട്രീയം, അക്കിത്തത്തിന്റെ കാവ്യ രചനാ സങ്കല്പം,
അക്കിത്തത്തിന്റെ മാനവികതാബോധം, അക്കിത്തത്തിന്റെ മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ വഴി നമ്മൾ തന്നെ ചെത്തിക്കോരുക എന്നുള്ള ആ വാക്യത്തോടെയാണ്, ആ മുദ്രാവാക്യത്തോടെയാണ് അക്കിത്തത്തിന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്. അപ്പം അക്കിത്തത്തിന്റെ തത്വചിന്താപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയം, വാളല്ലൻ സമരായുധം എന്ന വയലാറിന്റെ വരികൾ തന്നെയാണ് മറ്റൊരു വിധത്തിൽ അക്കിത്തം. കലപ്പയുണ്ടാക്കുക, നിങ്ങൾ വാളിന്റെയും ആയുധങ്ങളുടെയും ഇരുമ്പുരുക്കി കലപ്പയുണ്ടാക്കുക എന്ന് പറയുമ്പോൾ വയലാറിന്റെ ആ കവിതയുടെ ഒരു വകഭേദം തന്നെയാണ്. അതാണ് അക്കിത്തത്തിന്റെ രാഷ്ട്രീയവും ഹിംസയോടുള്ള വൈമുഖ്യം. അതുകൊണ്ടാണ് രണദിവ്യ തിസിസിനൊക്കെ അദ്ദേഹം എതിർത്തത്, അതിൽ നിന്ന് അകലം പാലിച്ചത്, അതിനോട് വിരക്തി ഉണ്ടായത്. അപ്പോൾ അക്കിത്തത്തിന്റെ തത്വചിന്താപരമായ, രാഷ്ട്രീയമായ, മാനവികതാബോധപരമായ നിരുപാധിക സ്നേഹമാണ് കവിത, നിരുപാധിക സ്നേഹമാണ് ദൈവം എന്നുള്ള എല്ലാ കാര്യങ്ങളും അക്കിത്തത്തിന്റെ കവിതാ ശകലങ്ങളിലൂടെ തന്നെ അവതരിപ്പിച്ച് ഞങ്ങൾക്ക് മുന്നിൽ വന്ന് ചെറുതെങ്കിലും ഗഹനമായ ഒരു പ്രഭാഷണം നടത്തിയതിൽ അതിയായ സന്തോഷം പങ്കിടുന്നു. അതിന് നന്ദി പറയാൻ പാർവതി ടീച്ചറുണ്ട്. അതിനു മുമ്പ്, നന്ദി പ്രകാശനത്തിന് മുമ്പ് അനുപമ PS കവിതാലാപനത്തിനായി ക്ഷണിക്കുന്നു. കേൾക്കാം അനുപമ. നമസ്കാരം. അക്കിത്തത്തിന്റെ പണ്ടത്തെ മേശാന്തി എന്ന കവിതയിലെ അനുപമ ഒന്നും ക്യാമറ ഓൺ ആക്കൂ. ഉപ്പുകല്ലിനായി ഉരിയരിച്ചോറിനായി ഇപ്പട്ടണത്തിൽ തൊഴിലാളിയായ ഞാൻ, നേരറ്റ നായ്പല്ലിടും കിളരയുന്ന നെയ്യലുവത്തുണ്ടുപോലുരുകീടിലും തുപ്പന്നു ഭാഗ്യമുണ്ടെന്നെന്റെ നാട്ടുകാർ അഭ്യുദയാശംസ കോരിച്ചൊരിയവേ, താനേ ചിലപ്പോൾ സ്മരിപ്പു ഞാൻ, പണ്ട് ഞാനൊരു മേശാന്തിയായിരുന്നില്ലയോ. നിന്നു തിരിവൂ പകിടക്കരുക്കളാക്കുന്നത്തു കൺകളിൽ കൃഷ്ണമണികൾ പോൽ, രണ്ടു പഴം കൂടി വീഴണം പേമാരി രണ്ടാമതും വരും മുമ്പെന്ന വാശിയിൽ, ഉണ്ണി നമ്പൂരിയന്നില്ലത്തു പന്നു ചെന്നുണ്ണാനിരിക്കയാണ് ഉച്ചനേരത്തു ഞാൻ വാഴത്തടയുമായി വെമ്പി വെമ്പാതെയും വാതിൽക്കൽ വന്നു നിന്നമ്മ ചൊന്നാളുടൻ, കർക്കടമാസം കഴിയും വരേക്കിനി കന്യാണുണ്ണി നിനക്കിഷ്ടമാവുമോ, ഇത്തിരി പോന്നൊരു വെൺകുളിർക്കല്ലേറ്റു ഭിത്തി തകർന്നു പൊടിയുന്ന മാത്രയിൽ, കണ്ണാടി വീട്ടിലുറങ്ങിക്കിടക്കുന്നൊരുണ്ണി പോൽ ഞാനൊന്നു ഞെട്ടിത്തെറിച്ചുപോയി. ഇഷ്ടമാണെന്നേ പറഞ്ഞു ഞാൻ, കഞ്ഞിയോടിഷ്ടവുമുണ്ടെനിക്കത്രമേലെങ്കിലും, അമ്മതൻ ഗദ്ഗദം വിങ്ങി ചെവിക്കുള്ളിൽ ആഴിത്തിരകൾ തന്നാരവം പോലവേ, വീഴാത്ത രണ്ടു പഴം കൂടി വീഴ്ത്തുവാൻ വീഴാതെ നിന്നു തിരിയും പകിടകൾ, ഇന്നുമാക്കുന്നത്തു കാൺവിതോ നിശ്ചയമില്ലമേ ആരാഞ്ഞുമില്ലതു പിന്നെ ഞാൻ, എൻ മഹാസൗധത്തിനുള്ളിൽ പരുങ്ങിടും അമ്മയും അച്ഛനും പൊന്നനുജത്തിയും
പൊന്നനുജത്തി തന്നന്ധകാരങ്ങളിൽ മിന്നുന്ന കണ്ണുനീർ ചൂടിന്നലകളാൽ എന്നുള്ളിൽ വിങ്ങിത്രസിക്കെ പുറത്തളത്തിനകത്തെ തഴപ്പായിലേകാകിയായി ചമ്രം പടിഞ്ഞിരുന്നോർത്തേൻ ഇതിൽ പരം ശുംഭനായി പാപിയായി പാഷണ്ഡവൃത്തിയായി ആരുള്ളു പക്ഷിമൃഗാദികൾ പോലും ധർമ്മധീരരുത്കൃഷ്ടരൻ ചാരത്തു നിൽക്കവേ അശ്രുവിൻ പായ കുതിർന്നു കണ്ടേ ഒടുവന്നിയൊക്കാൻ ഞാൻ എഴുന്നേറ്റു പോകവേ പിറ്റേന്നരയ്ക്കൊരു ചാലിയത്തൊത്തുമായി മുറ്റത്തിറങ്ങി ഞാൻ യാത്ര ചോദിക്കവേ പൂമുഖവാതിൽ പഴുതിലൂടെ ബാഷ്പൂർണമാം 4 കണ്ണെന്നേക്കു നീളവേ അച്ഛൻ കഴുക്കോൽ പിടിച്ചു തലകുനിച്ചുച്ചരിച്ചിടിനാൻ ചിന്താവിവശനായി ദേവകാര്യങ്ങളഭംഗം നടത്തുവാനാവില്ല മധ്യമവൃത്തിയാണെങ്കിലും പോകുന്നു നീ ശാന്തി തേടിയിന്നെങ്കിൽ ഞാൻ പോവരുതെന്നു വിലക്കുവതെങ്ങനെ ഭാഗ്യമുണ്ടായില്ല നിന്നെ പഠിപ്പിച്ചു യോഗ്യനാക്കാൻ എന്റെ കേമദ്രുമഫലാൽ ഭാഗ്യമുണ്ടായില്ല നിന്നെ പഠിപ്പിച്ചു യോഗ്യനാക്കാൻ എന്റെ കേമദ്രുമഫലാൽ. അടുത്തതായി കവിത ചൊല്ലാൻ അഞ്ജന ലക്ഷ്മിയോട് അഭ്യർത്ഥിക്കുന്നു. പാട്ട് ആ അക്കിത്തത്തിന്റെ പണ്ടത്തെ മേൽശാന്തി എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഉപ്പുകൾ അരിച്ചോറിനായി പട്ടണത്ത് തൊഴിലാളിയായ ഞാൻ നേരത്തനായി പള്ളിടുക്കിലറിയുന്ന നെയ്യലുവക്കൊണ്ടുപോലൊരു കീടിലും തുപ്പന്നു ഭാഗ്യമുണ്ടെന്നെന്റെ നാട്ടുകാർ ഹൃദയാശംസ കോരിച്ചൊറിയവേ താനേ ചിലപ്പോൾ സ്മരിപ്പു ഞാൻ. ആ പണ്ടു ഞാനൊരു മേശാന്തിയായിരുന്നില്ലയോ, പണ്ടു ഞാനൊരു മേശാന്തിയായിരുന്നില്ലയോ. അന്നാണൊരുത്സവക്കാലത്തു ലോകർ വന്നമ്പലമുറ്റത്തു തെക്കിത്തിരക്കവേ നൃത്തമാടും ദീപനാളങ്ങൾ മാനവചിത്തമാലിന്യം കഴുകിക്കളയവേ ദീപങ്ങളോടൊത്തു ചന്ദനലേപവും ധൂപവും നൈവേദ്യ പുഷ്പഭേദങ്ങളും ഒന്നിച്ചുയർത്തുമനന്യ സാധാരണ പുണ്യസൗരഭ്യം വിടർന്നു പരക്കവേ കൊട്ടിമുറുകുന്നു പഞ്ചാരി നീ മുടിക്കെട്ടിനാൽ താളം പിടിപ്പൂ മഹാജനം. ഇത്തിരി കണ്ണിമ വെട്ടാതെ വീശുന്നു മത്തേ ഭഗന്തം പെരും മുറക്കാതുകൾ. ഏറ്റവും വലിയ കഷ്ടം അഞ്ജനെ അതേ കവിത ചൊല്ലുന്നു. കഷ്ടിച്ച ഹസ്തു പകർന്നവാരെ കുളിച്ചുഷ്ണിച്ചതുമിതും ജോലികൾ ചെയ്തയാൽ ആകെ ശവി കെട്ടിരുന്നു ഞാനെങ്കിലെന്താളുകൾക്കുത്സവം ഉത്സവമല്ലയോ. കൂടനെന്നെങ്ങും പുകഴ്ന്ന ഗജകുല കൂടസ്ഥനിജ്ജനം കണ്ടുരസിക്കവേ
നിർദോഷിയാമപ്പെരുത്ത മൃഗത്തിന്റെ മസ്തകത്തിങ്കൽ പിടിച്ച തിടമ്പുമായി മുന്നിൽ അഹങ്കരിച്ചാളുന്ന ദീവെട്ടി തന്നൊളിച്ചൂടി നിന്നിതാണ്ടു മുഗ്ധനായി കുത്തിയിരിക്കുകയല്ലോ ചൊറോണ്ണൂരു വസ്ത്രവും തച്ചുടുത്തേകാകി പോലെ ഞാൻ. കൊട്ടും പ്രദക്ഷിണം വെപ്പും കഴിയവേ പെട്ടെന്നുണർന്നൊരു കോട്ടുവാവിട്ടു ഞാൻ. അത്രയും പാപമൊടുങ്ങി നമുക്കെന്നു ഹൃത്തിൽ കൊടിവിളക്കിൻ തിരിനീട്ടവേ കൂടൻ കവച്ചു കാട്ടിയിടുന്ന കാൽമുട്ടിലൂടെ ചവിട്ടിയിറങ്ങി തിടമ്പുമായി ശ്രീകോവിലിന്നേർക്കു നീങ്ങവേ മന്ത്രിപ്പൂ ശിവേലി കാണുവാൻ വന്ന രംഗുണ്ണികൾ. മേശാന്തിയല്ലയോ പോകുന്നു മൂപ്പർതാൻ മേലാളിവിടെ സകല കാര്യത്തിനും. അയാളോടൊന്നു പറഞ്ഞു നോക്കാം നമുക്കാനപ്പുറത്തു കയറണമെന്നുടൻ. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയുകയാണ്. ഉള്ളിലുറക്കെ ചിരിച്ചു പോയെങ്കിലും കേട്ടിത സല്ലാപമെന്നു പുറത്തേക്കു കാട്ടിയില്ല. മേശാന്തി പാലിച്ചു ഗൗരവം. ഉണ്ണികളുണ്ടോ വിടുന്നു നടയടച്ചുണ്ണാനനച്ചു പിടിച്ചു ഞാൻ പോരവേ. ഒന്നല്ല രണ്ടല്ലൊരു പരപ്പുണ്ണികൾ എന്നെ തടുത്തു നിറുത്തുകയല്ലയോ. എന്നെയും ആനപ്പുറത്തു കയറ്റണം. എന്നെയും 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 കാണും മഹാത്മാർ ചെരിപ്പൂ. കുനിക്കുന്നു ഞാൻ അപമാനച്ചുമടുപോലെൻ മുഖം. എന്റെയല്ലി കൊമ്പനാനകൾ എന്റെയല്ലി മഹാക്ഷേത്രവും മക്കളെ. നിങ്ങൾ തൻ കുണ്ഠിതം കാൺമത് ഖേദമുണ്ടെങ്കിലും നിന്ദിപ്പതിൽ വിധിയെ ഞാൻ. ഗർഭഗൃഹത്തിലുണ്ടാശ്രിത വാത്സല്യ നിർഭരനായൊരാൾ എന്റെയായി. അടുത്തതായി ഇമാനുവൽ കവിതാലാപനം നടത്തുന്നതായിരിക്കും. ഇമാനുവൽ ഉണ്ടോ? ഇമ്മാനുവൽ ഇമ്മാനുവൽ ഉണ്ടോ? ഇമ്മാനുവൽ ഇവിടെ ഉണ്ടോ? ഇമാനുവലിന് റേഞ്ച് ഉണ്ടോ അതോ അവിടെ ഉണ്ടോ എന്നറിയില്ല. കാണുന്നില്ല, പെട്ടെന്ന് നോക്കിയിട്ട് കാണുന്നില്ല. ഇമ്മാനുവൽ ഉണ്ടായിരുന്നു ഞാനിപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചൊല്ലുന്നു എന്ന് തന്നെ പറഞ്ഞത്. ഒന്നുകൂടെ നോക്കട്ടെ. ഓക്കെ.
ഇമ്മാനുവൽ കിട്ടിയോ? ഇമ്മാനുവലിന് ഞാനിപ്പോ മെസ്സേജ് അയച്ചിട്ടുണ്ട് സാറേ. റേഞ്ചിന്റെ ഒരു പ്രശ്നമാണ് എന്ന് തോന്നുന്നു. ആയിരിക്കാം. ഒരു മിനിറ്റ് ഒന്നുകൂടെ നോക്കട്ടെ സാറേ. തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. നമസ്കാരം. നെറ്റ് ഭയങ്കര സ്ലോ ആയതുകൊണ്ടാണ് ഞാൻ നേരം വൈകിയത്. എന്റെ പേര് ഇമ്മാനുവൽ. അപ്പൊ ഞാനിവിടെ ആലപിക്കാൻ പോകുന്ന കവിത അക്കിത്തത്തിന്റെ വേനൽമഴ എന്ന കവിതയാണ്. ക്യാമറ ഓണാക്കോ മിസ്. ക്യാമറ അത്ര നെറ്റ് സ്ലോ ആണ്. ശരി. നിളയിലെ മണൽ തരികൾ ഞങ്ങളാരായുന്നു, കളജല തരംഗമിന്നെവിടെ. ആനമല പെറ്റവർ ഞങ്ങൾ തൻ തോഴിമാർ, ആനന്ദരൂപിണികളെവിടെ. ആകാശമുത്തുകൾ അവർ പാടവേ ഞങ്ങളാടിത്തിമിർത്തിന്നോർമ്മ മാത്രം. മഴ പെയ്തിടുമ്പോഴും വളരുന്ന ചെറുനാവിൽ മരണമണിനാദമോ കൈക്കുന്നു. പന്തിരുകുലത്തിന്റെ പാവന സ്മൃതി വീണ്ടും അന്തരംഗത്തിൽ എരിഞ്ഞാലും, മലയാള ഭാഷ തൻ ഹരിതാപഭാവമേ മനതാരിൽ വീണു പിടയ്ക്കുന്നു. വള്ളുവക്കോനാതിരിയുടെ പിന്മുറ വെള്ളം കുടിക്കാതെ ചത്താലോ, ചാവേർപ്പട എഴുന്നേറ്റു വരില്ലയോ ജീവപ്രപഞ്ചത്തെ രക്ഷിപ്പാൻ. കൊമ്പനാനകൾ പോലെ കനിവിൻ തുമ്പിക്കൈകളുയർത്തി കഴിഞ്ഞോ ഇമ്മാനുവൽ? കോരി വിതയ്ക്കാനെത്തി. ഇനി അടുത്തതായി പ്രകാശമാണ്. അതിനു മുമ്പ് ഒരു കാര്യം, ഡോക്ടർ അനിൽ വള്ളത്തോൾ സാർ പറഞ്ഞതുപോലെ വൃത്തമില്ലാത്ത കവിതയെ കുറിച്ച് അക്കിത്തം പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു. മോഹനകൃഷ്ണൻ കാലടി യുവ കവിയാണ്. അദ്ദേഹം 3 തരം കവിതകൾ: വൃത്തമുള്ള കവിത, വൃത്തരഹിത കവിത, വൃത്തിയുള്ള കവിത. വൃത്തമുണ്ടെങ്കിലും വൃത്തമില്ലെങ്കിലും കവിതക്ക് വൃത്തി. ഷിനാസ് മാഷേ, ആ കുട്ടി പാടി കഴിഞ്ഞിട്ടില്ല. ആ കുട്ടി പാടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇമ്മാനുവൽ പാടൂ, ചൊല്ലിക്കൊള്ളൂ. കൊമ്പനാനകൾ പോലെ കനിവിൻ തുമ്പിക്കൈകളുയർത്തി മുത്തുകൾ വാരിക്കോരി വിതയ്ക്കാനെത്തി. നമ്മുടെ പ്രഭാഷണത്തിനായി ചരിത്ര വിഭാഗത്തിലെ പാർവതി ടീച്ചറെ ക്ഷണിക്കുന്നു. സാർ, ആ കുട്ടി ചൊല്ലി അവസാനിപ്പിച്ചിട്ടാണ് നമ്മൾ നന്ദിക്ക് വിളിക്കുന്നത്. കുട്ടി ചൊല്ലി അവസാനിപ്പിച്ചിട്ടില്ല. ഇമ്മാനുവൽ അത് ചൊല്ലിക്കോളൂ, പൂർത്തിയാക്കൂ. ഇടയ്ക്ക പോരിടി മുരളുന്നു, ഇടിമിന്നൽ കൊടി പാറുന്നു, ചക്രവർത്തി വരും നീ ശാശ്വത വിക്രമി വർഷാകാലം. വെള്ളിപ്പറവകളാഹ്ലാദത്താൽ തുള്ളി മതിക്കട്ടെ, വെള്ളിയുറുപ്പിക പോലെ പുളകത്തുള്ളി വിതയ്ക്കട്ടെ. അപരാധിയായ കണവനെ നന്ദി പ്രകാശനത്തിനായി പാർവതി ടീച്ചർ ഉണ്ടോ? ഇമ്മാനുവൽ, നീ ചൊല്ലിക്കോളൂ. സാറത് ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. ചൊല്ലിക്കോളൂ. ഓക്കെ. അപരാധിയായ കണവനെ വെട്ടെന്നാലിംഗനം ചെയ്തു മുഗ്ധ. ഇടിമുഴക്കം കേട്ട മണിയറയ്ക്കുള്ളിലെ
കിടിലം സഹിക്കവയ്യാതെ മധുരിക്കു മുന്മേഷലഹരി പോലാടുന്നു മയിൽ പോലെയൊരു മാതൃഹൃദയം. അഴകാർന്നു പൊങ്ങി പരന്നു ജലധാരകൾ ഒഴുകുന്നു കടലിനെ തേടി വികൃതിയിലെ നിത്യത തേടി കിതച്ചിടും പ്രകൃതി സൗഭാഗ്യങ്ങൾ പോലെ. നന്ദി, നമസ്കാരം. താങ്ക് യു. സോറി ഇമ്മാനുവൽ, ഞാൻ ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് അവസാനിച്ചു എന്ന് തെറ്റിദ്ധരിച്ചു, ക്ഷമിക്കണം. ഇനി നന്ദി പ്രകാശനത്തിനായി ചരിത്ര വിഭാഗത്തിലെ പാർവതി ടീച്ചറെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ടീച്ചർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം കേൾക്കാം ടീച്ചർ. കേൾക്കാം. മഹാകവി അക്കിത്തത്തിന്റെ അനുസ്മരണ പരിപാടിയിൽ ഒരു നന്ദി പറയാനുള്ള ഒരു അവസരം ലഭിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിനെ കണ്ട ഒരു ഓർമ്മയുണ്ട്. ആകാശവാണിയിൽ അച്ഛന്റെ ഒപ്പം പോയപ്പോൾ അദ്ദേഹത്തിനെ കാണുകയും ശ്രീപാർവതി എന്നാണ് പേരെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് മാറി നിൽക്കൂ, ഞാനൊന്ന് തൊഴട്ടെ എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം വീട്ടിലെത്തിയിട്ട് എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ കൂട്ടുകാരോടൊക്കെ അക്കിത്തം എന്നെ തൊഴുതു എന്ന് പറഞ്ഞിട്ട് ഞാൻ മേനി പറഞ്ഞു നടന്നിരുന്നു. അതിന്റെ പൊരുൾ എന്താണെന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് മനസ്സിലായിരുന്നില്ല. അപ്പൊ എൻ്റെ ഈ മേനി പറച്ചിൽ അച്ഛന്റെ ചെവിയിൽ എത്തിയപ്പോൾ അദ്ദേഹമാണ് മകളുടെ ഈ അറിവില്ലായ്മയെ തിരുത്തി തന്നത്. പിന്നീട് വലുതായപ്പോഴാണ് ഇവിടെ ചൊല്ലിയതുപോലെ എൻ്റെ ഈ കൊമ്പനാനകൾ, എൻ്റെ ഈ മഹാക്ഷേത്രവും മക്കളെ എന്നെഴുതിയ കവിയെ അല്പമെങ്കിലും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നന്ദി പറയേണ്ടത് ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ച മലയാള സർവകലാശാല VC ഡോക്ടർ അനിൽ വള്ളത്തോൾ സാറിനാണ്. ഈ കോളേജിലെ 2 വിഭാഗങ്ങൾ, 2 വകുപ്പുകൾ ഒരുമിച്ച് നടത്തുന്ന ഒരു പരിപാടിയിൽ ഒരു സർവകലാശാല VC പങ്കെടുക്കുമോ എന്നുള്ള ഒരു ആശങ്കയും ഒരു ഭയവും ഒക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഉടനീളം ലാളിത്യവും വിനയവും കാത്തു സൂക്ഷിച്ച, ഹൃദയത്തിൽ കണ്ണുള്ള കവിയെ അനുസ്മരിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ തന്നെയാണ് നമുക്ക് ലഭിച്ചത് എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അക്കിത്തത്തിന്റെ കാവ്യലോകം നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കുക മാത്രമല്ല, പദവിക്ക് അപ്പുറത്തേക്ക് അറിവ് മനുഷ്യനെ എത്രത്തോളം വിനയാന്വിതരാക്കുന്നു എന്നുള്ളൊരു വലിയ പാഠം കൂടിയാണ് അനിൽ സർ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചത്. നിറഞ്ഞ മനസ്സോടെ, സ്നേഹാദരങ്ങളോടെ കോളേജിന്റെ പേരിലും ചരിത്ര വിഭാഗത്തിന്റെ പേരിലും മലയാള വിഭാഗത്തിന്റെ പേരിലും അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഊർജം നൽകിയ ഞങ്ങളുടെ സ്നേഹസമ്പന്നയായ പ്രിൻസിപ്പൽ ഡോക്ടർ നെസ്സി ടീച്ചറിന് ചരിത്ര വിഭാഗത്തിന്റെ പേരിലും മലയാള വിഭാഗത്തിന്റെ പേരിലുമുള്ള നന്ദി അർപ്പിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിനായി അക്ഷീണ പ്രയത്നം ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട HOD ഷിനാസ് സർ, മലയാള വിഭാഗം HOD ഡോക്ടർ ഉഷാകുമാരി ടീച്ചർ, അതുപോലെ കവിത ആലപിച്ച എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ പരിപാടിയിൽ പങ്കെടുത്ത ഇതര കോളേജുകളിലെ അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഈ കോളേജിലെ തന്നെ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എല്ലാവർക്കും കോളേജിന്റെ പേരിലും ചരിത്ര വിഭാഗത്തിന്റെ പേരിലും മലയാള വിഭാഗത്തിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു ടീച്ചർ.